സമാധാന കുടുംബജീവിതം നമുക്ക് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുടുംബജീവിതത്തിൽ സമാധാനമില്ല എന്ന് പറയുന്ന ആളുകൾ ഒരുപാടാണ്. ഇന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിരുന്നു. മനുഷ്യ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞ് കുടുംബപരമായ പ്രശ്നങ്ങൾ, സമാധാനം നഷ്ടപ്പെടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോ 20,000-ഓളം ആളുകളാണ് എനിക്ക് ഏകദേശം റീപ്ലൈ തന്നത്. ഉസ്താദ് പറഞ്ഞത് ശരിയാണ്, കുടുംബജീവിതത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി. കല്യാണം കഴിഞ്ഞ് 6 മാസമായിട്ടേ ഉള്ളൂ, സമാധാനം പോയി. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 1 മാസം ഭയങ്കര രസമുണ്ടായിരുന്നു, പിന്നീട് സമാധാനമില്ല എന്ന് പറയുന്ന 10,000-കണക്കിന്, 100-200 അല്ല, 10,000-കണക്കിന് കുടുംബങ്ങൾ. 10,000. അതുകൊണ്ട് സമാധാനം നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരണം. അതാണ് ഈ മജ്ലിസ് കൊണ്ട് ഇന്നത്തെ ഉദ്ദേശം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 1.5-2 മണിക്കൂർ ഞാൻ ബഹളം ഉണ്ടാക്കി പോകൂല, ആദ്യം തന്നെ പറയാം. ഒരുപാട് ആയത്തും ഹദീസും ഇവിടെ എനിക്ക് സംസാരിക്കാനുണ്ട്. അത് മുഴുവനും നിങ്ങൾ കേട്ട് ഒരു പഠന പ്രഭാഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വേണമെങ്കിൽ എനിക്ക് ഒരു ഹദീസും ഒരായത്തും പറഞ്ഞ് നാട്ടിലെ മുഴുവൻ ഒളിച്ചോട്ട കഥയും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബേജാറാക്കി പേടിപ്പിച്ച് എന്ത് ചെയ്യുക, 2 മണിക്കൂർ എനിക്ക് വേസ്റ്റ് ആക്കാം. അതുകൊണ്ട് ഒരു കാര്യമില്ല. 2 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഒരു മഹാന്റെ മുന്നിൽ വന്ന് സകല ഒളിച്ചോട്ട കഥയും പറഞ്ഞിട്ട് പറഞ്ഞു ഇലൈഹാ ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അതെന്തിനു വേണ്ടിയാണ്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ, സന്തോഷം ലഭിക്കാൻ. എന്തിനാണ് ഇണകൾ? സമാധാനം ലഭിക്കാൻ. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. എന്തിനാണ് കല്യാണം? എന്തിനാണ് ഇണ? ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളിൽ നിന്ന് ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്നത് ഒരു പോത്തിനെയോ അതല്ല മറ്റു മൃഗങ്ങളെയോ അല്ല, മനുഷ്യനെ തന്നെയാണ്. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഒരു ഇണയെ തന്നു. ലിതസ്കുനൂ ഇലൈഹാ. അതെന്തിനാണ്? നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ. പരിശുദ്ധ ഖുർആൻ ആയത്തിന്റെ എണ്ണം പിടിച്ചോ, ഒരായത്തായി. 2-ാമത്തെ വചനം ബിസ്മില്ലാ. കസേര കുറെ കാലിയായി കിടക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഫില്ലാക്കി ബാക്കി ഒഴിവാക്കി വെച്ചാൽ സ്ത്രീകളൊക്കെ അവിടെ നിൽക്കുകയാണ്. അങ്ങോട്ട് കൊടുക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആ ഇടയിൽ നിന്നൊക്കെ ഒഴിവാക്കി മുമ്പിൽ വന്ന് കസേരനെ ഒന്ന് ആവശ്യമില്ലാത്തത് ഒഴിവാക്കി തരാം ഇൻഷാ അല്ലാഹ്. ഇവിടെ 5-6 ചെയർ ഇവിടെ മനസ്സമാധാനത്തോടുകൂടി ഇവിടെ എഴുന്നേറ്റ് പോകണം. നമ്മുടെ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിനൊക്കെ ഒരു പരിഹാരം ആണും പെണ്ണും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ബാക്കി ഒരുപാട് വിഷയങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ആത്മീയത ഉണർത്തുന്നതും അതുപോലെ ഒരുപാട് വിഷയങ്ങൾ, ദിക്റും സ്വലാത്തിന്റെയും മഹത്വമൊക്കെ അതെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മൾ കുടുംബജീവിതം എങ്ങനെ നമുക്ക് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു വിഷയമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി ആളുകൾ ഇൻഷാ അല്ലാഹ് കേൾക്കുക. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം കേൾക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു വചനം നമ്മൾ പറഞ്ഞു. 2-ാമതൊരായത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ദുആരക്കുന്നതല്ലയോ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. നമ്മൾ എപ്പോഴും ദ്വാരക്കുന്ന ദുആ, ഈ ദുആ ഖുർആനിൽ ഒരു ആയത്താണ്. ഖുർആൻ മറിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഈ ആയത്ത് കാണാൻ പറ്റും. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ആ പ്രാർത്ഥന അല്ലാഹുവിന്റെ ഖുർആനിലുള്ള ഒരു ആയത്താണ്. എന്താണ് ആ ദുആന്റെ അർത്ഥം എന്നറിയാമോ? മഹാനായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, മഹാനായ ഇമാം ബഗവി തങ്ങൾ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരുപാട് സ്വഹാബത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിനകത്ത് നീ നന്മ നൽകണേ അല്ലാ. ദുനിയാവിലെ നന്മയെന്നാൽ അൽ ഖൈറു ഫിദ് ദുനിയാ, ദുനിയാവിലെ നന്മയെന്നാൽ അത് രണ്ട് കാര്യമാണ്. ഒന്നാമത്തത് അൽ അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. രണ്ടാമത്തത് അൽ മർഅതു സ്വാലിഹ, അൽ മർഅതു സ്വാലിഹ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ആ പറഞ്ഞതിന്റെ അർത്ഥം, പഠിച്ചോനെ എനിക്ക് അമല് ചെയ്യാനുള്ള തൗഫീഖ് തരണേ, എനിക്ക് സ്വാലിഹത്തായ ഒരു ഭാര്യനെ തരണേ എന്നാണ് എന്ന് നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നബിതങ്ങൾ വല്ലാതെ സ്നേഹിച്ച ഹബീബിന്റെ പേരക്കുട്ടി മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന എന്ന ആയത്തിന്റെ ദുനിയാവിലെ ഖൈർ എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമാണ്. അത് നമുക്ക് സമാധാനമുള്ള ഒരു കുടുംബജീവിതം തരണേ റബ്ബേ, ധാരാളം അമല് ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ എന്നാണ്. സ്വാലിഹത്തായ ഭാര്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനമുള്ള ഒരു ജീവിതം തരണേ എന്ന അതിന്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ വചനം, ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഹുന്ന ലിബാസുൽ ലക്കും, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്ക് വസ്ത്രമാണ്. വഅൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങളോ നിങ്ങളുടെ ഭാര്യമാർക്ക് വസ്ത്രമാണ്. നിങ്ങൾ പരസ്പരം വസ്ത്രമാണ്. മൂന്നാമത്തെ വചനം, ഖുർആനിൽ പറഞ്ഞ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം പറയുന്ന ആയത്തുകൾ ആദ്യം പഠിക്കും, എന്നിട്ട് ഹദീസുകൾ പഠിക്കും, എന്നിട്ട് ആരാണ് നല്ല ഭർത്താവ് ഭാര്യ എന്ന് പഠിക്കും. ഖലാസ്. അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പോന്നാൽ നിങ്ങൾക്ക് നല്ലൊരു രസ്തിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ മൂന്നാമത്തെ ആയത്ത് നമ്മൾ ഓതിയത് ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഭാര്യ ഭർത്താക്കന്മാര് വസ്ത്രം പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് പോലെ. അത് ചുമ്മാ അള്ളാഹു അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതല്ല. വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും സുരക്ഷിതത്വം തരുന്ന ഒരു കാര്യമാണ്. ഡ്രസ്സ് ഇല്ലാണ്ട് നമുക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ല. നാണക്കേടുണ്ടാകുന്ന, മാനക്കേടുണ്ടാക്കുന്നതിൽ നിന്ന് മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവന്റെ വസ്ത്രം, ഉടുമുണ്ട്. ആ വസ്ത്രം ഇല്ലാതെ ലോകത്ത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യൂല? ബോധമുള്ള ഒരാളോ ബോധമുള്ള സംസ്കാരമുള്ള ഒരാളോ എന്ത് ചെയ്യൂല? ഡ്രസ്സ് ഇല്ലാണ്ട് പുറത്തിറങ്ങൂല. മാനക്കേടിൽ നിന്ന് മനുഷ്യന് രക്ഷ നൽകുന്നതാണ് അവന്റെ വസ്ത്രങ്ങൾ. അതുപോലെ ആത്മവിശ്വാസം നൽകുന്നത് നമ്മുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഫംഗ്ഷൻ, ഒരു ചടങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വസ്ത്രം മുഴുവനും ചേറ് പുരണ്ടതാണെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നാൽ നല്ല വൃത്തിയുള്ള, അലച്ച് തേച്ച് വൃത്തിയാക്കിയ വസ്ത്രമാണെങ്കിൽ എന്ത് രസം ഉണ്ടാവും? ഒരു സമാധാനമായിരിക്കും, ആത്മവിശ്വാസമായിരിക്കും. ആ ഉദാഹരണമാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്.
നിങ്ങളുടെ ഭാര്യമാരുടെ വസ്ത്രമാണ്, അവർ നിങ്ങൾക്ക് വസ്ത്രമാ. പരസ്പരം എല്ലാ ഇടങ്ങാറിൽ നിന്നും രക്ഷകരാവേണ്ടവരാ. പരസ്പരം വസ്ത്രം പോലെയാണ്. മൂന്നാമത്തെ വചനം. നാലാമത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിന്റെ വളരെ സുന്ദരമായ മനോഹരമായ വചനമല്ലയോ? വലഖദ് അർസൽനാ റസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യാ. അങ്ങയുടെ മുൻഗാമികൾക്ക് ഒരുപാട് പ്രവാചകന്മാരെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങ് മാത്രമല്ല, അങ്ങയുടെ മുൻഗാമികളായി ധാരാളം അമ്പിയാക്കന്മാര് മുർസലീങ്ങൾ വന്നുവല്ലോ. അവർക്ക് ഭാര്യമാരെയും മക്കളെയും നാം നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ. നബിയേ, അങ്ങയുടെ മുൻഗാമികളും ധാരാളം പ്രവാചകന്മാരും മുർസലീങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർക്കും അല്ലാഹു പറയാണ്, അവർക്കും നൽകിയിട്ടുണ്ട് അസ്വാജൻ വദുർരിയതൻ. ഭാര്യ മക്കൾ എന്ന് പറഞ്ഞ കുടുംബം അവർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. നാലാമത്തെ വചനം. അഞ്ചാമത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് ഫുർഖാനിന്റെ 24-ാമത്തെ വചനം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ, അല്ലാഹുവേ, വല്ലദീന, അല്ലാഹുവിന് ഇഷ്ടമുള്ള ചില ആളുകൾ അല്ലാഹു പറയുകയാണ്. അല്ലാഹുവിന് താല്പര്യമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹുവിന് ഇഷ്ടമുള്ള ചില ആളുകൾ, അവരുടെ സിഫത്തുകൾ, അവരുടെ ഔസാഫുകൾ, അവരുടെ പ്രത്യേകതകൾ അല്ലാഹു പറഞ്ഞു തരികയാണ്. വല്ലദീന, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വിഭാഗം ഉണ്ടല്ലോ, യഖൂലൂന, അവർ ദുആ ചെയ്യുന്നവരാണ്. യഖൂലൂന എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം, അവർ അല്ലാഹുവിനോട് ദുആരക്കുന്നവരാണ്. എന്താണ് ദുആരക്കുന്നത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും എനിക്ക് മനസ്സമാധാനം തരണേ റബ്ബേ. കൺകുളിർമ നൽകണേ. ഖുർറത്തുൽ ഐൻ, ഖുർറത്തു അഅ്യുനിൻ, കണ്ണിന് കുളിർമ നൽകണേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഭാര്യയും മക്കളും കാരണം എനിക്ക് സമാധാനം തരണേ റബ്ബേ എന്നാണ്. അവര് രണ്ടുപേരും ഖുർആൻ ഓതുന്നത് കണ്ണിൽ കാണിക്കണേ എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കൺകുളിർമ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം, ഭാര്യയും മക്കളും ഖുർആൻ ഓതുന്നത് ഒരു ഭർത്താവ് കാണലാണ്. ഭാര്യ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതുന്നത് പുതിയാപ്പിള ഇങ്ങനെ കാണുന്നത്, മക്കളിങ്ങനെ ഖുർആൻ ഓതുന്നത് ബാപ്പ കാണുന്നതിനെയാണ് കൺകുളിർമ എന്നീ വിശുദ്ധ വചനത്തിന്റെ വിശദീകരണം എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്, സ്വഹാബത്തുണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ ഭാര്യയും മക്കളെടുത്തുന്നു സമാധാനം കിട്ടണേ റബ്ബേ എന്ന് ദ്വാരക്കുന്നവരാണ്. അവരോട് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുടുംബത്തിന്റെ ഒരു പ്രാധാന്യം ആലോചിച്ച് നോക്കി നിങ്ങൾ. അഞ്ചാമത്തെ വചനം. ആറാമത്തെ വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകുമുല്ലദീ خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم
رقيبا يا أيها الناس മനുഷ്യരേ മനുഷ്യകുലമേ ജനങ്ങളെ ഒരൊറ്റ ശരീരത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചില്ലയോ? ഒരൊറ്റ ശരീരത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. ഒരു ശരീരത്തിൽ നിന്ന് അല്ലാഹു സൃഷ്ടിപ്പിന്റെ മഹാത്ഭുതത്തെ പൂർത്തീകരിച്ച് തന്നവനാണ്. ഒരൊറ്റ സൃഷ്ടിപ്പിൽ നിന്ന്, ആദം അലൈഹിസ്സലാമിൽ നിന്ന്, അതേ വർഗത്തിൽ നിന്ന് തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഇണകളെയും സൃഷ്ടിച്ചു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അത്ഭുതങ്ങളിൽ പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വളരെ മനോഹരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് പറയാണ്, അതിൽ നിന്നും നിങ്ങൾക്ക് മനുഷ്യകുലത്തെ അള്ളാഹു വ്യാപിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു കുടുംബ ജീവിതമൊക്കെ തന്നു. അതുവഴി നിങ്ങളുടെ തലമുറയെ അള്ളാഹു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നീട് അള്ളാഹ് നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന മഹാനിഅമത്തിൽ നിങ്ങൾ നന്ദിയുള്ളവരാകണം. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം പറഞ്ഞ 6-ാമത്തെ വചനം നമ്മൾ ഓതി. 6 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. അള്ളാഹുവിന്റെ കലാമിൽ പറഞ്ഞ സൂറത്തുൽ അഅറാഫിൽ ഒരൊറ്റ വചനം കൂടി 7-ാമത്തെ. എന്തിനു വേണ്ടിയാണ് അല്ലാഹു കുടുംബജീവിതം തന്നത്? സൂറത്തുൽ അഅറാഫ് 188. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ മിൻ നഫ്സിൻ വാഹിദത്തിൻ وجعل منها زوجها ليسكن إليها എന്തിന്? സമാധാനം കിട്ടാൻ. നേരത്തെ പറഞ്ഞു ലിതസ്കുനു ഇലൈഹ. സൂറത്തുൽ അഅറാഫ് പറയും ലിയസ്കുന ഇലൈഹ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് കിട്ടേണ്ടത് എന്ത്? സമാധാനം. അതിനാണ് അള്ളാഹു കുടുംബം തന്നത്. ഇനി ഒരു സെക്കൻഡ് ആലോചിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബഹളം ഉണ്ടാക്കി ഇവിടുന്ന് പോകൂല. കുറെ ആയത്തും ഹദീസും ഒക്കെ കേൾക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹദീസുകൾ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് അതിൽ കിട്ടുന്ന ആ ദുആഇന്റെ ഇജാബ അത് കാത്തിരുന്ന് അവസാനം പ്രാർത്ഥന നടത്തി ഇവിടുന്ന് പോകുന്ന അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സാധാരണ മണ്ണിലല്ല ഇരിക്കുന്നത്, വലിയൊരു മഹാന്റെ അടുത്താണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ വിശുദ്ധമായ മഞ്ഞത്തൊടുക്ക എന്ന ഈ പ്രദേശത്തുകാർക്ക് മഹാനായ ഹുസൈൻ മദനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ചുകൊണ്ട് പ്രത്യേക ഒരു ക്ലാസ് എടുത്തു തരേണ്ട കാര്യമില്ല. എന്നെ പോലെയല്ല, ഞാൻ ഒരുപാട് 100-200 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്ന ആളാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾ അനുഭവിച്ചവരോ നിങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞു കേട്ടതോ ആയിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ഒരു മസാറാണ്. ആ മഹാന്റെ ഹളറത്ത് നിന്നാണ് നമ്മൾ ഈ വാള് കേൾക്കുന്നത്. ഒരു പ്രതിജ്ഞ, ഒരു മാറ്റം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഞാനെങ്ങനെ ബഹളം കേട്ട് പോയതുകൊണ്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളും മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, നമ്മുടെ ഖതീബ് ഉസ്താദ്, പ്രഗത്ഭരായ ഉലമാക്കളൊക്കെ ഉള്ള മജ്ലിസാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഹുർമത്തും ബറക്കത്തും ഈ മജ്ലിസിൽ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 6 വചനം ആയത്ത് നമ്മൾ ഓതി. ഇനി നമ്മൾ കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യം പറയുന്ന 2 ഹദീസുകൾ പറഞ്ഞ് നേരെ നമ്മുടെ പ്രധാനപ്പെട്ട കോർ സബ്ജക്റ്റിലേക്ക് കടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു അറാബി കടന്നു വന്നു. ഒരു ചെറുപ്പക്കാരൻ, യാ റസൂലല്ലാഹ്, നബിയേ, മുത്തു നബിയേ, സമാധാനമില്ല നബിയേ, ഒരു മനസ്സിനൊരു റാഹത്തില്ല നബിയേ എന്ന് ഒരു അറാബി പുണ്യ നബിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. സമാധാനം കിട്ടുന്നില്ല, മനസ്സിനൊരു സന്തോഷം കിട്ടുന്നില്ല, തെറ്റിലേക്കൊക്കെ പോകാനുള്ള ഒരു ചിന്ത വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. ഇമാം ബൈഹഖി തങ്ങളാണ് ഉദ്ധരിക്കുന്നത്. സ്വഹാബാ إذا تزوج العبد فقد استكمل نصف الدين فليتق الله في النصف الباقي. ഈ ഹദീസ് നേരത്തെ പറഞ്ഞ സമയത്താണ് പറഞ്ഞതെന്ന് മഹാന്മാർ. സമാധാനല്ല നബിയെ എന്ന് പറഞ്ഞ ആളോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ വിവാഹം കഴിച്ചിട്ടുണ്ടോ?
ഇല്ല നബിയേ, ഞാൻ വിവാഹം ചെയ്തില്ല നബിയേ. വിധങ്ങൾ പറഞ്ഞു അന്നിക്കാഹു സുന്നതി ഫമൻ അഹബ്ബ ഫിത്രതി ഫൽയസ്തന്ന ബിസുന്നതി. നിക്കാഹ് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. അത് ഇത്തിബാ ചെയ്യണം, ഫോളോ ചെയ്യണം, അത് പിന്തുടരണം എന്നാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവര് കല്യാണം കഴിച്ചു കൊള്ളട്ടെ. ആ സുന്നത്തിനെ അവര് നേടിയെടുത്തു കൊള്ളട്ടെ, ഫോളോ ചെയ്യട്ടെ. യാറാബിനോട് പറയാണ്, നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും. അത് റസൂലുള്ളാഹി പറയാൻ കാരണം എന്താ? വിവാഹം കഴിക്കുന്നത് ഇണകള് അള്ളാഹു സൃഷ്ടിച്ചത് സമാധാനം കിട്ടാനെന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മളത് കറക്റ്റ് പഠിച്ച് മനസ്സിലാക്കി ആ സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരാത്തോണ്ടാണ് വീട്ടിൽ നിന്ന് സമാധാനം ഇല്ലാത്തത്. എന്നിട്ട് സ്വഹാബത്തിനെ മുഴുവൻ വിളിച്ചുകൂട്ടി റസൂലുള്ളാഹി പറയാൻ, സ്വഹാബാ ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീനി ഫൽയത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി. ഒരാള് കല്യാണം കഴിക്കുന്നതോടുകൂടി അവന്റെ ദീനിന്റെ പകുതി അവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഇതിലൊരുപാട് തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ഈ ഹദീസിൽ ദീനിന്റെ പകുതി പൂർത്തിയായി, ഇനി ബാക്കിയുള്ള കാര്യം മാത്രം ആലോചിച്ച് നടന്ന് ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് തോന്നിയ പോലെ ജീവിക്കാം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മനുഷ്യന്റെ ദീനീ ജീവിതം പകുതി പൂർണ്ണമാവണമെങ്കിൽ അവനും അവന്റെ ഭാര്യയും തമ്മിലുള്ള ആ കുടുംബ ജീവിതം അല്ലാഹ് പറഞ്ഞ പോലെ ആവണമെന്നാണ്. അല്ലെങ്കിൽ അള്ളാഹിന്റെ പരലോകത്ത് രക്ഷപ്പെടൂല എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ദീനിന്റെ പകുതി തീർന്നു, ഇനി അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, ദീനിന്റെ പകുതി പൂർത്തീകരിച്ചു, പകുതി അങ്ങോട്ട് തീരുമാനമായി, ഇനി ബാക്കി പകുതി മാത്രം നോക്കി നടക്കണമെന്നല്ല ഈ ഹദീസിന്റെ വിശദീകരണം. ഒരു മനുഷ്യന്റെ ദീനിയായ ജീവിതത്തിന്റെ പകുതിയിലേറെ തുടങ്ങാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ ഷഖീഖുൽ ബൽഖി തങ്ങൾ തന്റെ ഭാര്യയോട് പറയുന്നത്, മോളെ, എനിക്ക് വിജയിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ പരലോകത്ത് ഞാൻ രക്ഷപ്പെടണമെങ്കിൽ, എന്റെ ദീനിയായ ജീവിതം പൂർത്തീകരിക്കണമെങ്കിൽ എനിക്ക് നിന്റെ സഹായം നിർബന്ധമാണ്. ദീനിയായ എന്റെ ജീവിതം അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നിന്റെ സഹായം എനിക്ക് നിർബന്ധമാണ് എന്ന് മഹാനായ ഷഖീഖുൽ ബൽഖി തങ്ങൾ തന്റെ ഭാര്യയോട് പറയാൻ. അപ്പൊ ദീനിന്റെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യ ജീവിതത്തിൽ ദീനി ലൈഫിന്റെ പകുതിയിലേറെ കാര്യങ്ങളോ കിടക്കുന്നത് അവന്റെ ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതാണ് അതിന്റെ അർത്ഥം. അത് പകുതി അങ്ങോട്ട് തീർന്നതല്ല, തെറ്റിദ്ധരിക്കരുത്. അപ്പോ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസുകളിൽ ഒന്നാണ് ഞാൻ ഇപ്പൊ പാരായണം ചെയ്തത്. ഒരു ഹദീസ് കൂടി, യാ മഅശറ ശബാബ്, ഇമാം ബുഖാരി തങ്ങൾ ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസല്ലയോ, യാ മഅശറ ശബാബ്, യുവാക്കളെ, ചെറുപ്പക്കാരെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, നിങ്ങളിൽ ഒരു പെണ്ണിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, ശാരീരികമായി സാമ്പത്തികമായി അവൾക്ക് ചെയ്തു കൊടുക്കാൻ, മഹർ കൊടുക്കാൻ, ചെലവ് കൊടുക്കാൻ, മറ്റു മനുഷ്യന്റെ താല്പര്യങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് പറ്റുന്നവർ, ഓളെ സംരക്ഷിക്കാൻ കഴിയുന്നവന് എന്നതിന്റെ അർത്ഥം. അത് അവന്റെ ജീവിതത്തിൽ ഒരുപാട് ഖൈർ, തെറ്റിൽ നിന്ന് അവന്റെ കണ്ണുകളെ സംരക്ഷിക്കുന്നത്, തിന്മകളിൽ നിന്ന് അവന് മോചനം ലഭിക്കാനും സമാധാനം കിട്ടാനും ഒക്കെ നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രണ്ട് ഹദീസുകളും 6 ഖുർആനിന്റെ ആയത്തും നമ്മൾ പഠിച്ചു. ഹദീസുകൾ ഇനിയും ധാരാളം വരാനുണ്ട്. അപ്പൊ ഒരാളുടെ ദീനീ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ വെറും നിസ്കാരത്തയ്മ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളൊക്കെ നിക്കാഹിന്റെ സദസ്സിൽ കേൾക്കുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്. ആരെങ്കിലും കല്യാണം കഴിച്ചാൽ, വിവാഹിതനായാൽ, ഫഖദ് അഹ്റസ സുലുസൈ ദീനി, ദീനിന്റെ 2/3 ഭാഗത്തെയാണ് അവൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. 2/3, 2/3. അപ്പൊ പകുതിയിലേറെ എന്നതിന്റെ അർത്ഥം. 2/3 എന്ന് പറഞ്ഞാൽ എന്താ? പകുതിയിലേറെ.
നേരത്തെ ഒരു ഹദീസ് പറഞ്ഞു നിസ്ഫദ്ദീൻ എന്ന് പറഞ്ഞ ദീനിന്റെ പകുതി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ദീനിന്റെ പകുതിയോ അതിൽ കൂടുതലോ അള്ളാന്റെ പരലോകത്ത് ഒരു മനുഷ്യന്റെ ദീനി ലൈഫ്, ദീനിയായ ജീവിതത്തിന്റെ പകുതിയോ അതിൽ കൂടുതലോ അത് ഡിസൈഡ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ കുടുംബ ജീവിതമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. മദീന പള്ളിയിൽ നിന്നാണ് ഒരു സ്വഹാബിയെ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഒരു ഭാര്യ പുണ്യനബിന്റെ അടുത്തേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ ഭർത്താവ് എല്ലാ പകലിലും നോമ്പാണ് നബിയേ, രാത്രിയിൽ നമസ്കാരമാണ്, രാത്രിയിൽ നമസ്കാരമാണ്, പ്രഭാതത്തിൽ നോമ്പാണ്, പകൽ സമയത്ത് നോമ്പ്, രാത്രിയിൽ നമസ്കാരമാണല്ലോ. യാ റസൂലല്ലാഹ്, ഒരു ഭാര്യ എന്ന നിലക്ക് എന്നെ മൈൻഡ് ചെയ്യാറില്ല, എനിക്ക് വേണ്ടത് ചെയ്തു തരാറില്ല നബിയേ, പരിഹാരം തരണേ നബിയേ. എന്റെ ഹസ്ബൻഡ് കള്ളുകുടിയനാണ് എന്നല്ല പറഞ്ഞത്, എന്റെ ഹസ്ബൻഡ് പെണ്ണുപിടിയനാണ് എന്നല്ല, എന്റെ ഹസ്ബൻഡ് തോന്നിവാസി എന്നല്ല പറഞ്ഞത് നബിയേ, എന്റെ ഭർത്താവ് എല്ലാ ദിവസങ്ങളിലും പകല് നോമ്പാ, രാത്രി നമസ്കാരമാണ്. ഒരു ഭാര്യ എന്ന നിലക്ക് എന്റെ കൂടെ ഇല്ല, എന്റെ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കാറില്ല നബിയേ. ഇത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഒരു സ്വഹാബിയത്തായ ഒരു വനിത, ഒരു ഉമ്മ വന്ന് പറയാൻ സങ്കടം. സിനിമാ തിയേറ്ററിൽ കഴിച്ചിട്ട് നോമ്പിന് നീയത്ത് വെച്ച് ഭാര്യയായിട്ട് ഒരു കോണ്ടാക്റ്റും ബന്ധമില്ല, ഇതാണ് പറഞ്ഞത്. അല്ലാതെ എന്റെ കെട്ടിയോൻ അലമ്പ് കളിക്കുന്നുണ്ട് നല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂപ്പര് പള്ളിയിലല്ലേ, അതുകൊണ്ട് അവിടെ നിന്ന് നിസ്കരിച്ചോട്ടെ എന്നല്ല. ഈ സഹോദരി, ഈ സ്വഹാബിയത്തായ ഉമ്മയെ നല്ല സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. എന്നിട്ട് റസൂലുള്ള നേരെ മദീന പള്ളിയിൽ ചെന്നു. സ്വഹാബാ, ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ച് ഹബീബിന്റെ പള്ളിയില് നമസ്കാരത്തിലായിരുന്നു ആ പറയപ്പെടുന്ന സ്വഹാബി. നമസ്കാരം കഴിഞ്ഞപ്പോ റസൂലുള്ള ചോദിച്ചു, മോനെ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനോട് കടമയുണ്ട്, അള്ളാഹുവിനോട് ഹക്കുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു മിൽക്കാക്കി തന്നതിനോട് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ടേ. അത് നിർവഹിക്കാതെ അള്ളാന്റെ പള്ളിയിൽ വന്ന് 24 മണിക്കൂർ ചെലവച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനമില്ല. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനോട് കടമുണ്ട്, നിങ്ങളുടെ ഭാര്യനോട് കടമുണ്ട്, അള്ളാഹിനോടും റസൂലിനോടൊക്കെ കടമുണ്ട്, നിർബന്ധമായ ബാധ്യതകളൊക്കെ ചെയ്യണം. എന്നിട്ട് സുന്നത്തുകളിൽ ശുഅലായിട്ട് കാര്യമുള്ളൂ എന്നാണ്. നമ്മളൊക്കെ മറന്നു പോകുന്ന കാര്യമാണത്. സുന്നത്ത് ഫർള് ചെയ്യൂല, സുന്നത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഇമാം ഗസാലി തങ്ങളൊക്കെ അത് ഗൗരവത്തോട് നമ്മുടെ അഹ്ലുസുന്നയുടെ ഉലമാക്കളൊക്കെ വളരെ കർക്കശമായി കൊണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ് ഇപ്പോൾ. സുന്നത്തുകളുടെ പുറകെ മനുഷ്യൻ ഇങ്ങനെ നടക്കുക എന്നല്ലാതെ ഫർളിന് ഒരു പ്രാധാന്യം ഇല്ലാത്തൊരു കാലം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭർത്താവിനെ അനുസരിക്കൂല, എന്നിട്ടോ രാവിലെ രാത്രി ദിക്റിലിരിക്കും. എന്ത് കാര്യം അതിനോടുള്ളത്? പുതിയാപ്പിളിനോട് എപ്പോഴും മോശം സ്വഭാവവും പെരുമാറ്റവും നന്ദികേടും. കെട്ടിയോളോട് ഏത് സമയത്തും തോന്നിവാസം പറയാ, ഇറക്കി വിടുക, ദേഷ്യം പിടിക്കുക, ഒരു സമാധാനമില്ലാത്ത ജീവിതം കൊടുക്കുക, എന്നിട്ടോ നിസ്കാരത്താൻ പോയിട്ട് നടക്കുക. അള്ളാഹു നോക്കുന്നത് നമ്മുടെ സൽസ്വഭാവത്തിൽ കാണുന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം. അള്ളാഹു നമുക്ക് സമാധാനം തരട്ടെ. ആ വിഷയങ്ങളിലേക്കാണ് ഞാൻ ഡീപ്പായിട്ട് ഇറങ്ങുന്നത്. ഇതൊരു പഠനമാണ്. അതുകൊണ്ടൊരു മാറ്റം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. ആരും പേടിപ്പിക്കാനും ബേജാറാക്കാനും അല്ല, ഒരു മാറ്റത്തിന് വേണ്ടിയാണ്, ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിന്റെ അടുത്ത് ചെന്ന് പറയാണ്, മോനെ, 24 മണിക്കൂറും പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, ശരീരത്തോട് ബാധ്യത ഉണ്ട്. ശരീരത്തിന് അസുഖം ഉണ്ടാകുന്ന കോലത്തിലുള്ള ഇബാദത്തൊന്നും പാടില്ല. ഫർള് കഴിഞ്ഞാൽ പിന്നെ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫർളായ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കൽ നിർബന്ധമാണ്. നിങ്ങളിങ്ങനെ ഫുൾ ടൈം പകല് നോമ്പെടുത്ത് രാത്രി നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യക്ക് ആഗ്രഹങ്ങൾ, ഭാര്യയോടുള്ള കടമ ആര് നിർവഹിക്കും? സ്വഹാബാ, മോനെ, നിങ്ങളുടെ ഭാര്യന്റെ അടുത്തേക്ക് മടങ്ങണേ, അവളോടുള്ള കടമകൾ വീട്ടണേ.
എന്ന് പറഞ്ഞ് റസൂലുള്ള പറഞ്ഞു വിടുന്നത് അത് മദീനത്തെ പള്ളിയിൽ നിന്നാണ്. മദീന പള്ളി എന്നാണ് റസൂലുള്ള പറഞ്ഞേക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന പള്ളി നമ്മുടെ നാട്ടിലെ സാധാരണ പള്ളിയല്ല. 10,000 ഇരട്ടി കൂടിയുള്ള പള്ളിയിൽ നിന്ന് നബി തങ്ങൾ വീട്ടിക്ക് പറഞ്ഞേക്കാൻ. ഭാര്യന്റെ അടുത്തേക്ക് പോ, ഭാര്യനോട് സംസാരിക്കും. കുടുംബജീവിതത്തിലൊക്കെ സമാധാനവും ബാധ്യതകളൊക്കെ നിർവഹിക്കണം. എന്നെങ്കിലേ ഈ സുന്നത്ത് കുറേ തലയിൽ വെച്ചത് കൊണ്ട് അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടുമോ? അള്ളാഹു അത് സ്വീകരിക്കും. ഫറള് ഒരു പരിഗണനയും കൊടുക്കാതെ ളുഹ്ർ നിസ്കരിക്കാതെ 8 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? സുബഹി നിസ്കരിക്കാതെ തറാവീഹ് 20 നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇമാമിങ്ങൾ അത് ഫിഖഹിന്റെ കിതാബിൽ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞ് രേഖപ്പെടുത്തിയ സംഭവങ്ങളാണിത്. ധാരാളം സുന്നത്തെടുത്തു, ഫർള് ചെയ്യുന്നില്ല. വളരെ കർക്കശമായി എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനിന്റെ ഒരു ഫിഖ് ഉണ്ട്. ആ ഫിഖഹിനെ ഫോളോ ചെയ്തോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. ആളുകൾ അതും ഇതും പലതും പറഞ്ഞ് നമ്മളെ വഴികേടിലാക്കും. നമ്മുടെ അഹ്ലുസുന്നയുടെ വൽ ജമാഅത്തിന്റെ നേതാക്കന്മാർ, ആലിമീങ്ങൾ, മഹത്തുക്കൾ, ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ആ മഹാന്റെ പേരിലാണ് നമ്മുടെ മദ്ഹബ് അല്ലേ, ഷാഫി മദ്ഹബ്. 4 മദ്ഹബ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് കൃത്യമായി ഫോളോ ചെയ്ത് ഒരു വിഷയം വരുമ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്തു പറഞ്ഞു അതാണ് നിയമം, ദീന്. നാട്ടുകാരെന്ത് പറഞ്ഞു, നാട്ടു നടപ്പെന്ത്, അല്ല എന്റെ വിചാരം എന്ത്, ഇതൊന്നുമല്ല. ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു അവിടെ നിൽക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഹൈർ ഉണ്ടാകൂല, പിഴച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ മദീന പള്ളിയിൽ നിന്ന് സ്വഹാബിയായ ഒരാളെ, പുണ്യനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയെ വീട്ടിക്ക് പറഞ്ഞയച്ചു. 10,000 ഇരട്ടി കൂലിയല്ല വലുത്. ഭാര്യനോടുള്ള കടമയും ബാധ്യതകളും നിർവഹിക്കുക, എന്നിട്ട് വന്ന് നിസ്കരിക്കുക. 5 വക്ത് ഫർള് കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രാധാന്യമാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മള് 6 ആയത്തോതി 2 ഹദീസ് പറഞ്ഞു. പുണ്യനബി ഇതിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു സംഭവം പറഞ്ഞു. ഇനി നമ്മൾ 2 പ്രധാനപ്പെട്ട പാർട്ടാക്കി നമ്മുടെ പ്രഭാഷണത്തെ തിരിക്കുകയാണ്. ഒന്ന്, ആരാണ് ദീനിൽ സ്വാലിഹത്തായ ഒരു ഭാര്യ? കുടുംബജീവിതം നന്നാകാൻ എന്ത് ചെയ്യും ഉസ്താദേ? ഇങ്ങനെ അറ്റത്ത് നോക്കി നടന്നിട്ട് കാര്യമില്ല. ഭാര്യ സ്വാലിഹത്താവുക, ഭർത്താവ് സ്വാലിഹാവുക, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഒരു 500 പേരെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് മിനിമം ഞാൻ എഴുതി വെച്ച എൻ്റെ റെക്കോർഡിക്കലായിട്ടുള്ള ആളുകൾ, കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സിറ്റിംഗ് നടത്തുന്ന 500+ ആളുകളുണ്ട് കഴിഞ്ഞ 3 വർഷം. മുസ്ലിമീങ്ങളായ 500+ ആളുകൾ. 99.9% പരാതി കുടുംബജീവിതത്തിൽ സമാധാനമില്ല. പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്, സമാധാനമില്ല. അതിന് പരിഹാരം കുറേ സൈക്കോളജി തേടി പോകലൊന്നുമല്ല മുഅ്മിനീങ്ങളെ. ഭാര്യ റസൂലുള്ള പറഞ്ഞ സ്വാലിഹത്തായ ഭാര്യയായി മാറാം. ഭർത്താവ് അള്ളയും റസൂലും പറഞ്ഞ പോലെ ജീവിക്കാം. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഭാര്യക്ക് വലിയൊരു കൊട്ടാരം ഉണ്ടാക്കി കൊടുത്താൽ കുടുംബജീവിതത്തിൽ ബർക്കത്തുണ്ടാവുന്നൊക്കെ വെറുതെ തോന്നുകയാണ്. കോടീശ്വരനായ ഒരു പുതിയാപ്പലിനെ കിട്ടിയാൽ ഇവളെ ജീവിതം ഭയങ്കര സംഭവം എന്നൊക്കെ വെറുതെ തോന്നാണ്. ഒരു കാര്യമില്ല. ഭൗതികമായ ചില ആസ്വാദനങ്ങൾക്ക് അപ്പുറത്തേക്ക് മനസ്സിനൊരു സുഖം കിട്ടൂല. അതിസുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയാൽ ജീവിതം അങ്ങോട്ട് സംഭവമാവും, ഭയങ്കര സെറ്റപ്പ് ആവും എന്നൊക്കെ ചിന്തിക്കുന്നത് വെറുതെയാണ്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും വേണോ? ഭാര്യ സ്വാലിഹത്ത് എന്ന പേര് വിളിക്കപ്പെടുന്ന പെണ്ണാകാം. ഭർത്താവ് സ്വാലിഹായ ഭർത്താവ്. വ്യാപള ഉസ്താദാകുക, അല്ലെങ്കിൽ തലക്കെട്ട് കെട്ടിയൊരു ഉസ്താദാവുക, അല്ലെങ്കിൽ നാടനാവുക, സർക്കാർ ഉദ്യോഗസ്ഥനാകുക, ഇതൊന്നും അല്ല ജീവിതത്തിന്റെ വിജയം. സ്വാലിഹാവുക എന്നതാണ്. അപ്പൊ നമ്മുടെ അടുത്ത സംശയം, ആരാണ് സ്വാലിഹത്തായ ഭാര്യ, ആരാണ് സ്വാലിഹായ ഭർത്താവ്? അതാണ് നമ്മുടെ വിഷയത്തിന്റെ ഇനി വരാൻ പോകുന്ന 2 ഭാഗങ്ങൾ. അതുകൂടെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. സ്വാലിഹത്തായ ഭാര്യ ആര്, സ്വാലിഹായ ഭർത്താവ് ആര്, ഉത്തമ ഭാര്യ ആര്, ഉത്തമ ഭർത്താവ് ആര്? അത് രണ്ടും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് കടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പാർട്ട് 1, ആരാണ് നല്ല ഭാര്യ. ഉമ്മമാര് ധാരാളം ആളുകളുണ്ട്, എല്ലാവരും ഒന്ന് നല്ല നീയത്തോടെ കേട്ടോ. സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണ് സ്വാലിഹത്തായ ഭാര്യ? നമ്മളെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാല് ഭയങ്കര ദിക്റില്ലാത്ത പെണ്ണ്, ഒരുപാട് ഖുർആൻ ഓതുന്ന പെണ്ണ്, എപ്പോഴും സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണ്, അതൊക്കെ സ്വലാഹിയത്തിന്റെ അടയാളമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാലിഹത്തായ പെണ്ണ് ആരാന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 3 സ്വഭാവമുള്ള പെണ്ണ് എന്നാ പറഞ്ഞത്. ഇമാം നസായി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഏത് ഹദീസ് പറയുമ്പോൾ അതിന്റെ റാവി, അതിന്റെ കിതാബ് അടക്കാണ് ഞാൻ പറയുന്നത്. അബൂ ഹുറൈറ തങ്ങളാണ് ഉദ്ധരിക്കുന്നത്. യാ റസൂലല്ലാഹ്
ഒരു സഹാബി പുണ്യനബിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് പറയാണ്, സുഇലൻ നബിയു, ഹബീബായ തങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, നബിയേ, അയ്യുൻ നിസാഇ ഖൈറുൻ, ഏറ്റവും നല്ല ഭാര്യ അതാരാണ് നബിയേ? ഏറ്റവും നല്ല ഭാര്യ അതാരാണ് നബിയേ? ഇമാം നസായി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഏറ്റവും നല്ല സ്വാലിഹത്തായ പെണ്ണ് ആരാണ് നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു. ഒരു സഹാബി, സുഇലൻ നബിയുന, ഇമാമികൾ പറയുന്നത്. ആരാണ് ഏറ്റവും സ്വാലിഹത്തായ ഭാര്യ എന്ന് അള്ളാന്റെ ഹബീബ് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരം നമ്മുടെ ലൈഫിൽ ഉണ്ടോ നോക്കിയാൽ മതി, സ്വാലിഹത്താണോ അല്ലേ എന്ന് തിരിയും. അല്ലാതെ നാട്ടുകാർ പറഞ്ഞ അർത്ഥമല്ല സ്വാലിഹത്തായ പെണ്ണ്, സ്വാലിഹായ ഭർത്താവ് എന്ന് പറഞ്ഞ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബാ, 3 സ്വഭാവമുണ്ടോ? 3 സ്വഭാവമുള്ള പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൂ ഷായെ ഖൂബാൻ, തൂ ജാനെ ജാനാ, तू शाहे खूबान, तू जाने जाना है चेहरा उम्मुल किताब तेरा, नाब सकी है नाब सकीगा, नाब सकी है नाब सकेगा, मिसाल तेरी जवाब तेरा. ഏറ്റവും നല്ല പെണ്ണ് അതാരാണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 3 സ്വഭാവമുള്ള പെണ്ണാണ്. ഒന്നാമത്തതല്ലതീ തസുറുഹു ഇദാ നളറ ഇലൈഹാ, അല്ലതീ തസുറുഹു ഇദാ നളറ ഇലൈഹാ. ഏറ്റവും സ്വാലിഹത്തായ വൈഫ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 3 സ്വഭാവമുള്ള പെണ്ണ്. ഒന്നാമത്തെ സ്വഭാവം അല്ലതി തസുറുഹു ഇദാ നളറ ഇലൈഹാ. സ്വാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ സ്വഭാവ ഭംഗി. ഭർത്താവ് അവളെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ, ഭർത്താവ് അവളോടൊന്ന് ഇടപെട്ടാൽ, അവളോടൊന്ന് സംസാരിച്ചാൽ, അവളുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ഒന്ന് നിന്നാൽ ഭർത്താവിനൊരു സമാധാനവും സന്തോഷവും തോന്നണം. ആ സമാധാനം കൊടുക്കുന്ന പെണ്ണിനെയാണ് അള്ളാന്റെ ദീനിൽ സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറയുന്നത്. തെറ്റിദ്ധാരണ ഒക്കെ മാറ്റിക്കാളി. ഉമ്മമാരെ വിചാരം സ്വാലിഹത്താവുക എന്ന് പറഞ്ഞാൽ ദിക്റ് ചൊല്ലിയിരിക്കലാണ്. അല്ല, സ്വാലിഹത്തായ പെണ്ണാവുക എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം 5 വക്ത് ഫർള് നിസ്കാരവും റമളാനിലെ നോമ്പും ഭർത്താവിന് സമാധാനം കൊടുക്കലുമാണ്. ഹദീസ് വിശേഷം വരും. അതാണ് സ്വാലിഹത്തായ പെണ്ണിന്റെ ദീനിലുള്ള അർത്ഥം. അതാണ് അല്ലത്തി തസുറുഹു ഇദാ നളറ ഇലൈഹാ. അവളുടെ ഭർത്താവ് അവളിലേക്കൊന്ന് നോക്കുമ്പോൾ ഭർത്താവിന് ഒരു സമാധാനം കിട്ടണം. അത് സൗന്ദര്യം കൊണ്ടല്ല. സൗന്ദര്യമൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യന് ആസ്വദിക്കാൻ പറ്റാത്തൊരു സംഗതിയാണിത്. ഭംഗി അല്ലെ? ഭംഗിയുള്ള ഒരു ഫ്ലവർ, ഒരു പുഷ്പം കണ്ടാൽ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കിയിരിക്കും. കുറെ കാലം കഴിഞ്ഞാൽ അതേ ഫ്ലവർ ഇങ്ങനെ മനുഷ്യൻ നോക്കിക്കോ? ഇല്ല. ഒരേ ഭംഗിയുള്ള ഒരു സാധനം നമുക്ക് ഒരു പരിധിക്കപ്പുറത്ത് ആസ്വദിക്കാൻ പറ്റില്ല എന്നാണ്. അത് മനുഷ്യന്റെ സൈക്കോളജി അങ്ങനെയാണ്. ലോകത്തെല്ലാവരുടെ സൈക്കോളജി അങ്ങനെയാണ്. ഒരു ഭംഗിയുള്ള ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 100 പ്രാവശ്യം നമുക്കത് നോക്കാൻ ആഗ്രഹം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫ്ലവർ, എന്ത് പൂ. ഭംഗിയാണോ ഒരാൾ പ്രണയിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതം ഒന്നും ഒരു കാലത്ത് എന്ത് ചെയ്യൂല, നിലനിന്ന് പോകൂല, സമാധാനം കിട്ടൂല. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യന് മടുക്കുമല്ലോ. ഭംഗി കൊണ്ടല്ല, ഭർത്താവിനോടുള്ള ഒരു പെണ്ണിന്റെ സ്വഭാവ പെരുമാറ്റം. ഒരു പ്രതിസന്ധി ഹസ്ബൻഡിന് വരുമ്പോ കൂടെ നിൽക്കുന്നത്, ഒരു ദുഃഖം ഭർത്താവിന് വരുന്ന സമയത്ത് ഭർത്താവിന് ഇങ്ങനെ ഇടങ്ങാറാക്കാതെ ഭർത്താവിന്റെ മനസ്സിന് സമാധാനം കൊടുക്കുന്ന വാക്ക് പറയാ. ഇതൊക്കെയാണ് പെണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറഞ്ഞാൽ. ഭർത്താവിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഒരു പ്രയാസം, എക്കണോമിക്കൽ ബുദ്ധിമുട്ട് വന്നാൽ എങ്ങനെയാണ് അതിനെ പെരുമാറുന്നത്? വളരെ മോശമായി ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് ഉമ്മമാര് ഇടപെടുന്നത്. ഒരിക്കലും സ്വാലിഹത്തായ പെണ്ണായി മാറാൻ കഴിയില്ല. അള്ളാന്റെ പരലോകം രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ, പൊന്നാര ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താവിന്റെ പൊരുത്തണ്ടെങ്കിലേ അത് സാധ്യമാവുള്ളൂ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടെ പറഞ്ഞാണ്, നിങ്ങളുടെ ആഖിറത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. സഹാബ, ഏറ്റവും നല്ല വൈഫ് അവളുടെ ഭർത്താവ് അവളിലേക്കൊന്ന് നോക്കിയാ തസുറുഹു, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാ. അതാണ് ഒരു പെണ്ണിന്റെ സ്വലാഹിയത്തിന്റെ ഒന്നാമത്തെ അടയാളമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ ത്വാഹ, മന്നാനായച്ച നിലാവേ മലരായി വീരിഞ്ഞ സിറാജേ, മധുഹോദി പാടാം അസ്സലാം, മദദേകി കനിയോ തിരുസലാം. കനിവിൻ കരളാം സ്വല്ലല്ലാഹ് അഹദിൻ നിദിയാം ഖൈറുല്ലാഹ്, അഖിലം സബബാം നബിയോരേ. മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ ത്വാഹ, മന്നാനായച്ച നിലാവേ മലരായി വീരിഞ്ഞ സിറാജേ, മധുഹോദി പാടാം അസ്സലാം, മദദേകി കനിയോ തിരുസലാം. ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല കടമ അവളുടെ ഭർത്താവിന് കൊടുക്കുന്ന സമാധാനമാണ്. രണ്ടാമത്തത്, സ്വാലിഹത്തായ പെണ്ണ് ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് വന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ മുത്തനബി തങ്ങൾ പറഞ്ഞത്, സ്വാലിഹത്തായ പെണ്ണിന്റെ രണ്ടാമത്തെ കടമ, ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുന്ന പെണ്ണാണ്. ഹസ്ബൻഡ് ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുന്ന പെണ്ണ്. ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ നാലെണ്ണം തിരിച്ചു പറയുന്ന സ്വഭാവം അതല്ല. അതൊക്കെ ഫെമിനിസമാണ്. ഫെമിനിസം തലേ കയറി കഴിഞ്ഞാൽ പൊന്നാരമ്മമാരെ, പുതിയ ന്യൂജൻ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളോടൊക്കെയാണ് ഞാനിത് പറയുന്നത്. ഫെമിനിസ്റ്റ് ചിന്താഗതിയൊക്കെ കൽബിൽക്ക് വന്നു കൂടിയിട്ടുണ്ടോ? ഒരു സമാധാനവും കിട്ടാൻ പോകുന്നില്ല, ജീവിതം വേസ്റ്റായി പോകും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഫെമിനിസം തലേ കയറിയിട്ടുണ്ടോ? ഒരു സംശയവും വേണ്ട, ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സുഖവും സമാധാനവും കിട്ടൂല. അള്ളയും റസൂലും പറഞ്ഞു പോകണല്ല ജീവിതം നയിച്ചോ. പുതിയ ജനറേഷനിലുള്ള പെൺകുട്ടികളൊക്കെ അങ്ങ് ഭയങ്കര സ്വാതന്ത്ര്യവാദികളായി മാറിയതിന്റെ പേരിൽ അവർ ഭയങ്കര സമാധാനം കിട്ടുന്ന ആളുകളല്ല. ഉള്ള സമാധാനം മുഴുവനും പോയ ആൾക്കാരാണ്. ഉള്ള സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ട ആളുകളാണ്. അള്ളാന്റെ ദീനിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചതിന്റെ പേരിൽ ഏത് പെണ്ണിനാ ഭൂമി സമാധാനം കിട്ടിയത്? ആർക്കാവിടെ സമാധാനം കിട്ടിയത്? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഹിജാബ് ഇടണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദീനിയായി നടക്കണമെന്ന് വൈഫിനോട് പറഞ്ഞാൽ ഭർത്താവ് ടോക്സിക് ആണ്, ഭർത്താവ് ക്രൂരനാണ്, ഭർത്താവ് ഒരു യഥാർത്ഥ ഹസ്ബൻഡ് അല്ല. 6-ാം നൂറ്റാണ്ടിലെ മരമണ്ടനാണ്. 2023 ആയതൊന്നും പുതിയാപ്പിള അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും പഴയ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു ടോക്സിക് ഹസ്ബൻഡാണ്. ഇതിനോട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞ് പുതിയാപ്പിള ഒന്ന് പറഞ്ഞ 4 എണ്ണം തിരിച്ചു പറയുന്ന ഒരു ന്യൂജൻ കാലഘട്ടമാണ്. മോളെ وتطيعه إذا أمر. ഇത് സലീമാഫി പറഞ്ഞതല്ലോ, ഇത് നാട്ടുകാര് പറഞ്ഞതല്ലോ, ഇതൊരാളും പറഞ്ഞതല്ല, ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഹബീബ് തങ്ങളുടെ വാക്ക് അത് അല്ലാഹുവിന്റെ വാക്കാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഹബീബ് പറയുന്നത് അല്ലാഹുവിന്റെ വാക്കുകളാണ്, അല്ലാഹുവിന്റെ വഹ്യാണ്, വിശുദ്ധ ഖുർആൻ. സ്വാലിഹത്തായ പെണ്ണാകണോ, മനസ്സെന്ന് ഫെമിനിസം വലിച്ചെറിഞ്ഞോ.
നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് അനുസരിച്ചോ. ഭർത്താവ് തെറ്റു പറഞ്ഞാൽ അനുസരിക്കണ്ട, മഅസിയത്തിനെ പറഞ്ഞാൽ അനുസരിക്കണ്ട, ഹറാമ് പറഞ്ഞാൽ കേൾക്കണ്ട, ഹബീബിനെതിര് പറഞ്ഞാൽ കേൾക്കണ്ട, വഹാബിയത്ത് പറഞ്ഞാൽ കേൾക്കണ്ട, തെറ്റു പറഞ്ഞാൽ അനുസരിക്കണ്ട. ഭർത്താവ് ജായിസായ ഹലാലായ എന്തു പറഞ്ഞാൽ അതനുസരിക്കൽ വുജൂബാണ്. രാത്രിയിൽ 10 മണിക്ക് ഭർത്താവ് ഉറങ്ങാൻ വിളിച്ചു, പിന്നീട് പോയി ഖുർആൻ ഓതൽ പോലും ഹറാമ്. ഭർത്താവ് റൂമിലേക്ക് ഉറങ്ങാൻ വിളിച്ചു, പോയി നിസ്കരിക്കല് വിത്ർ 11 റക്അത്ത് നിസ്കരിക്കൽ ഹറാം. ഫർള് വേണേ നിസ്കരിക്കാം, ഇതിന്റെ റവാത്തിബ് നമസ്കരിക്കാം, വിത്ർ 3 വേണമെങ്കിൽ നിസ്കരിക്കാം. ഭർത്താവ് റൂമിക്ക് വിളിച്ചതിന് ശേഷം ഒരു പെണ്ണിന് വേണമെങ്കിൽ ഇശ നിസ്കരിക്കാം, ഇശാഇന്റെ റവാത്തിബ് നമസ്കരിക്കാം, വിത്ർ 3 നമസ്കരിക്കാം. വിത്ർ 4-മത്തതിന് എഴുന്നേൽക്കല് അത് ഹറാമാണ്. ഭർത്താവ് റൂമിക്ക് ഉറങ്ങാൻ വിളിക്കുമ്പോ നിങ്ങളൊന്ന് പോയി ഉറങ്ങിക്കോളി, ഞാൻ വരൂല എന്ന് പറഞ്ഞു പോയി ഖുർആൻ ഓതുന്നത് അത് അല്ലാഹു പൊരുത്തമല്ല, അത് ഹറാമാ എന്ന് പരിശുദ്ധരായ ഹബീബിന്റെ ദീന് പഠിപ്പിക്കുകയാണ്. ദീനി ജീവിതം എന്ന് പറഞ്ഞാൽ അത് അള്ളയും റസൂലും പറഞ്ഞത് കേൾക്കുക എന്ന അർത്ഥം. എന്താ നീ പറഞ്ഞത് ഉസ്താദേ, അങ്ങനെ ചിന്തിക്കലല്ല. അള്ളയും റസൂൽ ഇങ്ങനെ പറഞ്ഞു, അത് ഫോളോ ചെയ്യാം. ഭർത്താവ് റൂമൊക്കെ വിളിച്ചാൽ പിന്നെ പോയി യാസീൻ ഓതൽ ഹറാമാണ്, ഇസ്ലാമിൽ ഹറാം. അല്ലെങ്കിൽ ഭർത്താവിന് സമ്മതം വേണം. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് എടുത്ത് ഉച്ചക്ക് ഭർത്താവ് മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കൽ വുജൂബാണ്, മുറിക്കൽ വുജൂബാണ്. ഞാൻ മുറിക്കൂലെന്ന് വാശിടിച്ച് നോമ്പ് കണ്ടിന്യൂ ചെയ്താൽ 2 കുറ്റാ കിട്ടുന്നത്. ഒന്ന് ഭർത്താവിന് അനുസരിക്കാത്ത കുറ്റം, ഭർത്താവിന് സമ്മതല്ലാതെ സുന്നത്ത് നോമ്പെടുക്കൽ ഹറാം, ഹറാമിന്റെ കുറ്റം. 2 കുറ്റാ കിട്ടുന്നത്. പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ അതിനൊരു കെട്ട് ചിട്ടവട്ടങ്ങളുണ്ട്, അത് ഫോളോ ചെയ്യണം. നാട്ടുകാർ പറയുന്നതല്ല ദീന്, നമ്മൾ ചിന്തിക്കുന്നതല്ല ദീന്. ഇമാമിങ്ങൾ എഴുതി വെച്ചതാണ്, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രമേ ആഖിറം രക്ഷപ്പെടൂ. റാവിയത്തുൽ അദവിയ തങ്ങളും റളിയല്ലാഹു അൻഹ മഹദിയും നഫീസത്തുൽ മിസ്രിയ അവരൊക്കെ വലിയ ആബിദത്തുകളാണ്. അതൊക്കെ ഭർത്താവിന്റെ സമ്മതത്തോടെ ഭർത്താക്കന്മാർക്ക് വേണ്ടതൊക്കെ പൊന്നുപോലെ ചെയ്തു കൊടുത്തതിന് ശേഷമാണ് അവരൊക്കെ അദ്കാറുകൾക്ക് ഇരിക്കാറുള്ളത് എന്ന് അവരുടെ ചരിത്രം പഠിക്കുന്ന ആർക്കും അങ്ങനെ പച്ചയായി എഴുതി വെച്ചതാണ്. ഭർത്താവിന്റെ ഒരു വിഷയം വരുമ്പോ മഹദിമാർ പിന്നീട് അദ്കാറുകളിലോ പർണശാലകളിലോ ഇരിക്കാറില്ല. ഭർത്താവിന്റെ വിഷയം കൂടെ നിൽക്കലാണ്. അത് കഴിഞ്ഞ് അവരുടെ പൊരുത്തത്തിലും സമ്മതത്തിലുമാണ് അതെല്ലാം ചെയ്യൽ. മൈമൂന ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി റസൂലുള്ളാഹി പുകഴ്ത്തി പറഞ്ഞു, സവ്വാമ, അവര് ഭയങ്കര സുന്നത്ത് നോമ്പെടുക്കുന്ന വൈഫാണ്. അത് നബി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് സമ്മതത്തോടു കൂടിയാണ്, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തോടു കൂടി ധാരാളം സുന്നത്ത് നോമ്പ് നോൽക്കാറുണ്ട് മൈമൂന ബീവി. അതാണ് പ്രത്യേകത. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ തീരുമാനിക്കുന്നതോ നമ്മൾ കൂലി കിട്ടുമെന്ന് വിചാരിക്കുന്നതോ നല്ല ദീന് എന്ന് ഉമ്മമാര് പ്രത്യേകം പഠിക്കണം. നിങ്ങളുടെ ഹസ്ബൻഡിന് അനുസരിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഈ ശൈത്താൻ അനുസരിച്ചിട്ട് എന്ത് കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കല്യാണം കഴിഞ്ഞൊരു പെണ്ണാണോ അവൾക്ക് ഏറ്റവും കൂലി ലഭിക്കുന്നത് അതെന്താണ്? ഹബീബായി തങ്ങൾ പറയാണ് 3 വിഷയമാണ്. ഒന്നാമത്തത് 5 വക്ത് ഫർള് നിസ്കാരമാണ്. രണ്ടാമത്തത് റമദാനിലെ ഫർള് നോമ്പ്. മൂന്നാമത്തത് വിവാഹം കഴിഞ്ഞ പെണ്ണാണോ അവളുടെ ഭർത്താവിന് കൊടുക്കുന്ന മനസ്സമാധാനമാണ്. ഇദ്ഖാലുസ് സുറൂർ, ഭർത്താവിന്റെ ഖൽബിന് കൊടുക്കുന്ന സമാധാനമാണ്. അവളുടെ യാസീനിനേക്കാൾ, അവരുടെ ദിക്റിനേക്കാൾ, അവളുടെ സുന്നത്ത് നോമ്പിനേക്കാൾ എല്ലാത്തിനേക്കാളും അവൾക്ക് കൂലി അവളുടെ ഭർത്താവിന് കൊടുക്കുന്ന സമാധാനമാണ്. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹ് പഹനിലാ പൂമഴയായി പെയ്തൊഴിയുന്നിതാ ത്വലനൽ ശീതകളാൽ
മലരായി പാടിടുന്നിതാ ത്വാഹനില പൂമഴയായി പെയ്തൊഴിയുന്നിതാ ത്വാലനൽ ശീതകളായി പാടിടുന്നിതാ യാ റസൂലനാ സലാം യാ ഹബീബനാ സലാം യാ റസൂലനാ സലാം യാ ഹബീബനാ സലാം. ഉമ്മമാര് പഠിച്ചോ, ഇത് ഹബീബായ തങ്ങളുടെ വർത്തമാനമാണ്. ഇപ്പൊ ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്, ചോറുണ്ടാക്കുന്നത്, ഒരു വറ്റ് ഭർത്താവിന് വേണ്ടി വെച്ച് വിളമ്പി കൊടുക്കുന്നത്, ഭർത്താവിന് മുണ്ട് നനച്ചു കൊടുക്കുന്നത്, ഭർത്താവിന് സ്നേഹം കൊടുക്കുന്നത്, സന്തോഷം കൊടുക്കുന്നത്, നല്ല വാക്ക് പറയുന്നത്, സ്നേഹത്തലോടൽ നടത്തുന്നത്, എല്ലാം 5 വക്ത് ഫർളും റമളാനിലെ നോമ്പും കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും കൂലി കിട്ടുന്ന അമല് അതാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേണമെങ്കിൽ ഫോളോ ചെയ്തോ, അല്ലാണ്ട് എന്റെ കെട്ടിയോനെ ഞാൻ ചെയ്തു കൊടുത്തോണ്ട് നാളെ ആഖിറത്തിൽ കൂലി കൂടുക ചെയ്യാം, കുറയല്ല. ഞാൻ എന്തൊരു പൊട്ടത്തിയാണ്, ഇയാൾക്ക് വേണ്ടി കുറെ കാലം കഷ്ടപ്പെടുന്നു ചിന്തിക്കേണ്ട, അത് വലിയ പ്രതിഫലമാണ്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. നല്ല ഭാര്യ ആരാന്നാ പറഞ്ഞുകൊടുക്കണേ, അത് കഴിഞ്ഞ് ഭർത്താവ് നല്ലതാരാ നമ്മൾ പറയാനുണ്ട്. അപ്പൊ തിരിയും നമ്മളൊക്കെ അള്ളാഹിന്റെ പരലോകത്ത് രക്ഷപ്പെടുമല്ലേ. പെണ്ണാട് കെട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അള്ള പറഞ്ഞ പോണം പോറ്റിയില്ലെങ്കിൽ, വളർത്തിയില്ലെങ്കിൽ, സന്തോഷവും സമാധാനവും കൊടുത്തിട്ടില്ലെങ്കിൽ ആഖിറത്തിലെത്തുമ്പോ നിസ്കാരത്തേമ്പ് കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവൂല. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. നല്ല ഭർത്താവാരെന്ന് ഞാൻ വരാം വിഷയത്തിലേക്ക് വിശദമായി. അപ്പൊ നല്ല ഭാര്യയുടെ രണ്ടാമത്തെ കടമ, അവൾ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുന്ന മോളാവണം. ഉമ്മമാർ അതിലൊക്കെ ഒരു കാർക്കശ്യം പുലർത്തുക. എന്ത് പറഞ്ഞാലും 4 എണ്ണം തിരിച്ചു പറയുന്ന പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. ഒരുപാട് കാലത്തേക്കുള്ള ജീവിതമൊന്നും അല്ല. ഇന്നോ നാളെ അള്ളാഹുവിന്റെ വിളിയാളം വന്നാൽ മരിച്ചു പോകേണ്ട ആൾക്കാരാണ്. ഈ ഡിസംബർ 23-ന് വെസ്റ്റ് കൊടുമുണ്ടായി അവിടെയുള്ള മതപ്രഭാഷണത്തിന് വിനീതം പോയിരുന്നു. ആ വേദിയും പ്രോഗ്രാമൊക്കെ ആയിട്ട് വലിയ രൂപത്തിൽ സഹകരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നലെ ജാമിഅ നൂരിയയിലെ ഒരു 13 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ പൊന്നുമോൻ അവന്റെ മരണവാർത്തയുടെ ന്യൂസ് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് ഇന്നാലില്ല പറഞ്ഞ മനുഷ്യനാണ്. ഇന്ന് ആ മനുഷ്യന് വേണ്ടി നാട്ടുകാർ മുഴുവനും ഇന്നാലില്ല പറയാ. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ജാമിഅ നൂരിയയിലെ പൊന്നുമോന്റെ മരണവാർത്ത വെസ്റ്റ് കൊടുമുണ്ടയിലെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് നാട്ടുകാരൊക്കെ അതിന് ഇന്നാലില്ല പറയാൻ. ആ മനുഷ്യന് ഇന്നാലില്ല പറഞ്ഞു. ആർക്ക് വേണ്ടി? ജാമിഅ നൂരിയയിലെ ആ പൊന്നുമോന് വേണ്ടി. ഇന്ന് ആ മരണവാർത്ത പോസ്റ്റ് ചെയ്ത ആ മനുഷ്യന് വേണ്ടി വെസ്റ്റ് കൊടുമുണ്ടക്കാർ ഇന്നാലില്ല പറയാൻ. ഇത്രേ മനുഷ്യന്റെ കാര്യമുള്ളൂ. തല്ലുകൂടാൻ നമുക്ക് സമയമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണും പ്രശ്നം ഉണ്ടാക്കി നടക്കാൻ സമയവും കാലവും ഇല്ല നമുക്ക്. അത് ഓരോ മിനിങ്ങളോ കൽബിലോ ഒന്ന് ആലോചിച്ചോളി. ഇടങ്ങേറുണ്ടാക്കാനോ സമയമില്ല. എല്ലാവരും ഖബറിലേക്ക് പോകാനുള്ളതാണ്. കെട്ടിയോളോടൊന്നും തല്ല്, ഭർത്താവിനോടൊന്നും മോശം പെരുമാറ്റം. പൊന്നാരമ്മമാരെ ഒക്കെ അവസാനിപ്പിച്ചോളൂ. നിസ്കാരത്തിന്റെ കണക്കും സുന്നത്തായ ദിക്റുകളുടെ കണക്കൊന്നും പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് കരുതണ്ട. അള്ളാഹു നിർബന്ധമാക്കിയ വിഷയങ്ങളിൽ ഒരു പ്രാധാന്യം കൊടുത്തു വേണമെങ്കിൽ ദീനീയത്തുകളായ സ്വലഫു സ്വാലിഹ്യങ്ങളായ മഹത്തുക്കളുടെയൊക്കെ ഭാര്യമാരത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചു പോകുന്ന മഹതിമാരാണ്. അപ്പേ സ്വർഗം കിട്ടും. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ സമാധാനത്തിൽ കുടുംബജീവിതം മുന്നോട്ട് പോകാനാണ്. ഇത് ബ്രേക്ക് ചെയ്ത് ഒരൊറ്റ ആളെ ജീവിതത്തിൽ സമാധാനമില്ല. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ഭയങ്കര ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. മുസ്ലിമീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്, ജീവിതത്തിൽ സമാധാനമില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്നും ഒരു വളരെ പ്രസിദ്ധയായ ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, വാഫി എനിക്കൊരു മനസ്സിനും റാഹത്തില്ല. ഞാൻ അവളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ആസ്വദിച്ച് അടിപ്പാടി റീൽസും അപ്ലോഡ് ചെയ്ത് നടക്കുന്ന ഒരു കപ്പിൾസ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പെണ്ണാണ്. എനിക്ക് മെസ്സേജ് ആയിട്ട് ഒരു സമാധാനവും ഇല്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഭർത്താവിന്റെ ഫോണൊന്ന് ചെക്ക് ചെയ്തു, അതോടുകൂടിയുള്ള സമാധാനം പോയി എന്ന്. ഭർത്താവിന്റെ ഫോണൊന്ന് പരിശോധിച്ചു, അതോടുള്ള സമാധാനം പോയി. ഫെമിനിസം പറയുന്ന ഒരു പെണ്ണാണ്. ആണിന് ഇഷ്ടമുള്ള പോലെ നടക്കാം, ഞങ്ങൾ പെണ്ണുങ്ങൾക്കും ഇഷ്ടമുള്ള പോലെ നടക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. 2023 പറഞ്ഞ പുരോഗമനം പറഞ്ഞ പെണ്ണാണ്. ഇപ്പൊ ഭർത്താവ് മൂപ്പർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാൻ തുടങ്ങിയപ്പോ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
അപ്പൊ പിന്നെ ഫെമിനിസ്റ്റ് ഒന്നുമില്ല. സ്വന്തം ഭർത്താവ് തോന്നിയപോലെ നടക്കാൻ തുടങ്ങി. അതാണല്ലോ ഫെമിനിസ്റ്റുകളുടെ ഒരു വലിയൊരു വർത്താനം. യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ വലിയൊരു ഡയലോഗ് അതാണ്. ആണിനും പെണ്ണിനൊക്കെ ഇഷ്ടം പോലെ ജീവിക്കാം, അവനവന്റെ ഇഷ്ടം വലുത്. ഒരാണിനോടാണോ മുഹബത്ത്, അവൻ കല്യാണം കഴിച്ചോട്ടെ. ഒരു പെണ്ണിനോടാണോ മുഹബത്ത്, ഓള് കല്യാണം കഴിച്ചോട്ടെ. മൃഗത്തോടാണോ, സ്വന്തം അമ്മനോടാണോ ഒരാണിന് വൈകാരികമായ ആസ്വാദനത്തിന്റെ ചിന്ത വരുന്നത്, എങ്കിലും ഉമ്മാനെ വിഭജിച്ചു കൊള്ളട്ടെ എന്നാണ് യുക്തിവാദി പറയുന്നത്. അതും പൊക്കിപ്പിടിച്ച് നടന്നാൽ പൊന്നാരമ്മമാരെ, നിങ്ങളുടെ ജീവിതം, സഹോദരിമാരെ, ഒരു വസ്തുവിനും പറ്റാതായി പോകും. തോന്നിയ പോലെ നടക്കുന്നതല്ല, കൺട്രോളിൽ ജീവിക്കുന്നതാണ് സമാധാനം എന്ന് പറഞ്ഞാൽ. അള്ളാന്റെ ദീന് വരച്ച ഒരു വരയുണ്ട്, ആ വരക്കുള്ളിൽ ഇങ്ങനെ ജീവിക്കാം. അത് ബ്രേക്ക് ചെയ്തോ അവിടെ സമാധാനം പോകും. അള്ളാഹു നമുക്ക് ഈ മനസ്സിലാമത്താക്കി തരട്ടെ. തോന്നിയാസം കാട്ടിക്കൂട്ടുമ്പോ മാഷാ അല്ലാ ലൈക്ക് അടിക്കുന്ന, ഡയലോഗ് ഇടുന്ന, അല്ലെ, അള്ളാനെ കളിയാക്കരുത്. അതെനിക്ക് പറയാനുള്ളത്. അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ഒരു വീഡിയോന്റെ താഴെ മാഷാ അല്ലാ കമന്റ് ഇടാൻ പാടുള്ളതല്ല, അത് ഹറാമാണ്. അള്ളാഹ്ക്കത് പൊരുത്തല്ല. ബിസ്മി ചൊല്ല് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇമാമിങ്ങൾ ആ വാക്ക് അങ്ങനെ തന്നെ കിതാബിൽ പറഞ്ഞൊരു ഡയലോഗാണത്. ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചു. ആ ബിസ്മിയെ കള്ളു കുടിച്ചാൽ ഒരാൾ ഇസ്ലാമെന്ന് പുറത്താവൂല. പക്ഷേ ബിസ്മി ചൊല്ലി ആ ബിസ്മിയെ ഒന്ന് അവഹേളിക്കണം എന്ന നീയത്തോടെ ഒരാൾ ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാൽ അവൻ എന്ത് ചെയ്യും? ഇസ്ലാമെന്ന് പുറത്തായി പോകുന്ന. കള്ളു കുടിച്ചെന്ന് വിചാരിച്ച് ഇസ്ലാമെന്ന് പുറത്താവുന്നില്ല. അത് ഓബ് ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. എന്നാൽ ഓൻ എന്ത് ചെയ്യാണ്? അള്ളാനെ കളിയാക്കിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കള്ളു കുടിച്ചു. ഓൻ ഇസ്ലാമെന്ന് ഔട്ടാണ് എന്നാണ് മസല. അള്ളാഹുവിനെ കളിയാക്കണം എന്നുള്ള നീയത്തോടാണ് ചെയ്തതെങ്കിൽ രിദ്ദത്തിന്റെ വിഷയത്തിൽപ്പെട്ടതാണ്. അതുപോലെ റബ്ബിന് പൊരുത്തല്ലാത്ത ഹറാമായ സംഗീതങ്ങളും മ്യൂസിക്കുകളും തിന്മകളും വിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഒക്കെ താഴെ വന്ന് മാഷാ അള്ളാന്ന് കമന്റ് ഇട്ടാൽ വേറെന്തെങ്കിലും കൺഗ്രാജുലേഷൻ എന്നൊക്കെ ഇട്ടോളി. അള്ളാന്റെ പേരുകൾ എന്ത് ചെയ്യണം? തോന്നിയാസത്തിന്റെ താഴെ കമന്റ് ഇടണ്ട. ചെറുപ്പക്കാരൊക്കെ ഒന്ന് എടുത്തു നോക്കി. അങ്ങനത്തെ അള്ളാഹുവോ റസൂലോ ഇഷ്ടപ്പെടാത്ത വീഡിയോന്റെ താഴെയുള്ള കമന്റ് മാഷാ അള്ളാഹ്, തബാറക്കല്ലാഹ്, ബാറക്കല്ലാഹ്, ഇതൊക്കെയാണ്. അള്ളാഹു എന്ന് പറഞ്ഞ കളിയാക്കാനുള്ളതല്ല, അതൊരു തരം ഇൻസൾട്ട് ആക്കലാണ്. നിങ്ങൾ ഒരു പക്ഷെ അതൊന്നും ഇൻസൾട്ട് ആക്കുക എന്നുള്ള ചിന്ത ഉണ്ടാകൂല, എന്നാലും അതൊരു അരോചകമാണ്. അള്ളാഹുവിനത് പൊരുത്തമല്ല. നിങ്ങൾ കൺഗ്രാജുലേഷൻ ഇട്ടോളി നിർബന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈക്ക് അടിച്ചോളി. അള്ളാഹിന്റെ പേര് തിന്മകളിലേക്ക് നിങ്ങൾ ചേർത്ത് പറയണ്ട. ഇത് വളരെ ഗൗരവത്തോടെ എൻ്റെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കേൾക്കണം. അപ്പൊ ദീനിൽ ഒരു അതിർവരമ്പും ഒരു ഡിസ്റ്റൻസ് ബൗണ്ടറി അത് അല്ലാഹു നിർണയിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ ബ്രേക്ക് ചെയ്താൽ ഫെമിനിസ്റ്റ് ആണ്, 2023 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടിയിട്ട് ഇപ്പൊ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ, ഭയങ്കര സുഖിച്ച് ജീവിക്കാന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഒരു സമാധാനം ഉണ്ടാകൂല, ഒരു സമാധാനം ഉണ്ടാകൂല. അങ്ങനെ എക്സ്പോസ് ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ആർക്കും സമാധാനമില്ല. 99% സമാധാനമില്ല. ഇൻസ്റ്റഗ്രാം റീൽസുകളും മറ്റു കാര്യങ്ങളും സ്റ്റാറ്റസ് വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് മെസ്സേജുകൾ വരാറുണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ മീഡിയകളിൽ കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം. അള്ളാഹു പറഞ്ഞ അതിർഭരമ്പുകൾക്കുള്ളിൽ ഒരു പെണ്ണ് ജീവിക്കുന്നോ അവൾക്കാണ് സമാധാനം. ഇനി അടുത്ത ഡൗട്ടാണ്, പൊന്നാർ ഉസ്താദ് ഈ പറഞ്ഞ പോണൊക്കെയാണ് ഞാൻ കുറെ കാലം ജീവിക്കുന്നത്, പക്ഷെ എനിക്കൊരു സമാധാനം ഇല്ലല്ലോ, എന്റെ കെട്ടിയോൻ തോന്നിയ പോലെ നടക്കുകയാണല്ലോ ഉസ്താദേ. അത് അള്ളാന്റെ കുഴപ്പമല്ല, കെട്ടിയോന്റെ കുഴപ്പമാണ്. നിങ്ങൾ അള്ള പറഞ്ഞ പോലെ ജീവിച്ചു, പക്ഷെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല. നിങ്ങളെ ഭർത്താവ് നിങ്ങൾ പരിഗണിക്കുന്നില്ല, സ്നേഹം തരുന്നില്ല, സന്തോഷം തരുന്നില്ല, മൂപ്പര് നിങ്ങളെ പറ്റിച്ച് നടക്കാൻ. അത് അള്ളാന്റെ കുഴപ്പമല്ല, നിങ്ങളെ കെട്ടിയോന്റെ കുഴപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ആണുങ്ങളുടെ വിഷയത്തിലേക്ക് ഞാൻ വരാം. അപ്പോ സ്വാലിഹത്തായ പെണ്ണിന്റെ രണ്ടാമത്തെ അവളുടെ പ്രത്യേകത അനുസരണയുള്ള പെണ്ണാണ്. മൂന്നാമത്തേതോ വലാ തുഖാലിഫുഹു ഫീമാ യക്റഹു ഫീ നഫ്സിഹാ വലാ ഫീ മാലിഹി. സ്വന്തം ശരീരം കൊണ്ടും ഭർത്താവിന്റെ മുതൽ കൊണ്ടും ഭർത്താവിന്റെ സമ്പത്ത് കൊണ്ട് ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാത്ത പെണ്ണാണ്. ഇത് മൂന്നിലും ദിക്റോ സ്വലാത്തോ ഒന്നും റസൂല് പറഞ്ഞില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലെ മര്യാദകളെ പറ്റിയാണ് ഇത് പറഞ്ഞത്. ഇതുണ്ടെങ്കിലേ സ്വാലിഹത്തായ പെണ്ണാകൂ. അയ്യുൻ നിസാഇ ഖൈറുൻ, സ്വാലിഹത്തായ ഖൈറായ നല്ല പെണ്ണാരാ നബിയേ ചോദിച്ചു. 3 ഉത്തരം പറഞ്ഞു. അതുണ്ടോ ഇല്ലേ എന്ന് ഉമ്മമാരൊന്ന് സ്വയം ചെക്ക് ചെയ്യാം. ഭർത്താവിന് സമാധാനം കൊടുക്കലാണ് നിസ്കാരവും നോമ്പും കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾക്ക് കൂലി കിട്ടുന്ന അമൽ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി തങ്ങളുടെ ഹദീസ് അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ ബീവിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഒരു പെണ്ണ് മരിച്ചത് ഏത് പെണ്ണായാലും അയ്യുമംറഅത്തിന് ഏതൊരു പെണ്ണും ഭർത്താവിന്റെ പൊരുത്തത്തോടു കൂടി മരിച്ചാൽ ഒക്കെ സ്വർഗ്ഗം ഉറപ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഭർത്താവിന്റെ പൊരുത്തല്ലാണ്ട് മരിച്ചു ഓള് യാസീൻ ഓതിയാൻ കയ്യും കണക്കൂല, സ്വർഗ്ഗം ഉണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. 1 കോടി യാസീൻ ഓതിയ പെണ്ണാണ്, പക്ഷെ എന്നും ഭർത്താവിനെതിരെ. ഭർത്താവിനെ കണ്ടാൽ മര്യാദക്ക് സംസാരിക്കൂല, ചിരിക്കൂല, മുഖത്ത് നോക്കൂല, എപ്പോഴും കുറ്റങ്ങൾ എന്താ എനിക്ക് ചെയ്തത്, എന്ത് നന്ദി ചെയ്താലും തിരിച്ച് കുറ്റം മാത്രമേ പറയൂ. എന്നാലും രാവിലെ 10 യാസീൻ, വൈകുന്നേരം 100 യാസീൻ. കാര്യമില്ല, പെണ്ണുങ്ങളോട് അങ്ങനെയൊന്നും തൊലബില്ല. പെണ്ണുങ്ങളോട് 4 കാര്യം ചെയ്യാനാണ് ഹബീബ് പറഞ്ഞത്. സ്വല്ലത്ത് ഖംസഹാ, അവൾ 5 വക്ത് ഫർള് നമസ്കരിക്കട്ടെ. 5 വക്ത് ഫർള് നിസ്കരിച്ചവളാണ്. വസ്വാമത്ത് ശഹ്റഹാ, റമളാനിൽ ഫർള് നോമ്പെടുത്തവളാണ്. 3 ഹസ്സനത്ത് ഫർജഹാ, അവളുടെ ശരീരം, അഭിമാനം, അന്തസ് കാത്തു സൂക്ഷിച്ചവളാണ്. 4മത്തത് അവളുടെ ഭർത്താവിന്റെ പൊരുത്തം നേടിയവളാ. ഈ 4 കാര്യം ഒരു പെണ്ണിനുണ്ടോ? മിന്നൈ അബ്വാബിൽ ദഖലത് മിന്നൈ അബ്വാബിൽ ജന്ന, ഇഷ്ടമുള്ള വാതിലിലൂടെ അവൾക്ക് സ്വർഗ്ഗമാ. മുഹമ്മദ് മുസ്തഫ നബി കലബ് പൾ जो दिक्र है बे मिसाले या कमाले या नबी अड़गिले सरसवणिये महादेदा किनारोजा. മുത്ത് നബിയാ സലീവാഫിയുടെ വർത്തമാനമല്ല ഈ പറയുന്നത്, ഹബീബിന്റെ വാക്കാണ്, നാട്ടുവർത്തമാനമല്ല. ആയത്തോളും ഹദീസുകളുമാ. 4 കാര്യമുണ്ടോ? 5മത്തൊരു കാര്യം അവളില്ല എങ്കിലും നാളെ പരലോകത്ത് സ്വർഗമുണ്ട്. 8 വാതിലിലൂടെ അവൾക്ക് സ്വർഗമുറപ്പാണ്. 5 വക്ത് നമസ്കാരമുണ്ടോ മോളെ? റമളാനിലെ നോമ്പെടുത്തവളാണോ? ചെയ്യുന്നവളല്ലേ? നിന്റെ ശരീരം നീ സംരക്ഷിച്ചിട്ടുണ്ടോ? വിചാരത്തിലേക്ക്, ഹറാമിലേക്ക്, തിന്മയിലേക്ക് ശരീരം കൊണ്ടുപോകാത്തവളാണോ? 4മത്തത് പുതിയാപ്ലയുടെ പൊരുത്തം നേടിയിട്ടുണ്ടോ? ഏത് വാതിലിലൂടെ സ്വർഗത്തിൽ പോകാം. എന്നാൽ നീ ദിക്റിന്റെ ആളാണ്, സംസ്കാരത്തിന്റെ ആളാണ്, ധാരാളം സുന്നത്ത് നോമ്പിന്റെ ആളാണ്. ഭർത്താവിന് എപ്പോഴും എതിരെയാണോ? ഭർത്താവിനോട് എതിര് പറഞ്ഞവളാണോ? എപ്പോഴും സ്വന്തം കെട്ടിയോന് നന്ദികേട് പറയുന്നവളാണോ? നിന്റെ സുന്നത്ത് നോമ്പ് റബ്ബിന് വേണ്ട, ദിക്ർ റബ്ബിന് വേണ്ട, സ്വലാത്ത് റബ്ബിന് വേണ്ട. ഭർത്താവിന്റെ പൊരുത്തത്തിലായവളാണോ? ഏത് അമല് ചെയ്താലും ഇരട്ടി മധുരമാ മോളെ. ഭർത്താവിന്റെ പൊരുത്തം നേടിയിട്ട് എന്ത് അമല് ചെയ്താലും അതിന് ഇരട്ടി മധുരമാ. അല്ലാഹുവേ, അങ്ങനെയുള്ള സ്വാലിഹത്തുകളോ ഭാര്യമാരാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ രൂപത്തിൽ ഉമ്മമാരൊന്നാവാൻ നോക്കുക. ലോകത്തെല്ലാ ഭർത്താവും അടിപൊളി, സ്വന്തം ഭർത്താവ് മാത്രം ഒന്നിനും പറ്റാത്തവൻ. ഈ ചിന്ത കൽബിന്ന് മെല്ലെ എടുത്തു മാറ്റുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു അങ്ങനെയാണ് ഉമ്മമാരിട്ട് പൊതുവായിട്ടുള്ള ഒരു കാര്യം. ഓളെ ഭർത്താവ് അടിപൊളി, മറ്റോളെ ഭർത്താവ് അടിപൊളി, ലോകത്തെല്ലാ ഭർത്താവ് അടിപൊളി. പണ്ടൊരു നാട്ടിലൊരു മൊല്ലാക്ക ഉണ്ടായിരുന്നു. നാട്ടുകാരെ മുഴുവൻ വിശ്വാസം ഈ മൊല്ലാക്ക ഔലിയാപ്പാപ്പാന്നാ. അപ്പൊ നാട്ടുകാരെ മുഴുവൻ വെള്ളം എടുത്ത് മന്ത്രിക്കാൻ, രോഗം വന്നാൽ മന്ത്രിപ്പിക്കാൻ ഈ മൊല്ലാക്കന്റെ അടുത്ത് പോകും. നാട്ടുകാരെ വിശ്വാസം ഈ മൊല്ലാക്ക ഭയങ്കര ഔലിയാപ്പാപ്പാന്നാണ്. വെള്ളം മന്ത്രിക്കാൻ നാട്ടുകാരും അയൽനാട്ടുകാരും സർവ്വ ജനങ്ങളും വെള്ളം മന്ത്രിക്കാൻ ഈ മൊല്ലാക്കന്റെ ഔലിയാപ്പാപ്പന്റെ അടുത്തേക്ക് പോകും. ഔലിയാപ്പാപ്പന്റെ ഓക്ക് വല്ല അസുഖം വന്നാൽ ഔലിയാപ്പാപ്പന്റെ ഓൾ എന്ത് ചെയ്യും?
എടുത്തിട്ട് മദ്രസയിൽ ഉസ്താദിന്റെ അടുത്തേക്ക് പോകും. ഔലിയാപ്പാപ്പന്റെ ഒക്കെ വിശ്വാസമല്ല. ഇപ്പൊ ലോകത്ത് ഏത് ആള് അംഗീകരിച്ചാലും സ്വന്തം കെട്ടിയോള് ഭർത്താവിനെ അംഗീകരിച്ച് കിട്ടാൻ ഇച്ചിരി പാടാ. അങ്ങനെ ആവരുത്. സ്വന്തം ഭർത്താവാണ് ഏറ്റവും വലുത് എന്നൊരു നിയ്യത്തിൽ തന്നെ ജീവിക്കണം. അതാണ് ജീവിതം, ഖൈറായ ദീനിയായ ജീവിതം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ് എന്നാണ് സൂറത്തുൻ നിസാ അല്ലാഹ് പറഞ്ഞത്. സ്വാലിഹത്തുകളായ ഫസ്വാലിഹാതു സ്വാലിഹത്തായ പെണ്ണ് ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബ് ബിമാ ഹഫിളഹുല്ലാഹ് ബിമാ ഹഫിളല്ലാഹ് അനുസരണയുള്ളവളാണ് ഖാനിതാതുൻ. ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണ്. ഭർത്താവില്ലാത്ത നേരത്ത് ഭർത്താവിന് അവകാശപ്പെട്ടതെല്ലാം ഹറാമിന് ചെലവഴിക്കാത്തവളാണ്. ശരീരം സംരക്ഷിക്കുന്നവളാണ്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾക്കാണ് ദീനിൽ സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറയുന്നത്. ഇതിന് ശേഷമുള്ള ബാക്കി കർമ്മങ്ങളൊക്കെ എന്താണ്? അവളുടെ പദവി കൂട്ടാൻ കാരണമാണ്. മറ്റേതുണ്ടെങ്കിൽ ഓള് സ്വാലിഹത്ത് എന്ന് പറയാൻ പറ്റില്ല. സ്വാലിഹത്ത് എന്ന് പറയാൻ പറ്റണമെങ്കിൽ ഭർത്താവിന് സമാധാനം കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം. അതിൽ വേറൊരു ഓപ്ഷൻ ദീനിൽ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ പുയ്യാപ്പിളിന്റെ പൊരുത്തം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കുറേ യാസീൻ ഓതിയാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരൊറ്റ യാസീൻ ഓതിയില്ലെങ്കിലും ഭർത്താവിന്റെ പൊരുത്തമുണ്ടോ, സ്വർഗ്ഗം ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിപരമായി ഇത് ചിന്തിച്ച് മനസ്സിലാക്കുക. വീടുകൾക്ക് അകത്ത് ഒരു സമാധാനം നിങ്ങളുടെ ഹസ്ബൻഡിന് കൊടുക്കുക. ഒരാണിന്റെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഹ്ലുകാരോട്, നിങ്ങളുടെ വീട്ടുകാരിയോട് ഏറ്റവും നല്ല പോലെ പെരുമാറണേ. ഞാൻ ഏറ്റവും നല്ല പോലെയാണ് എന്റെ വീട്ടുകാരികളോട് പെരുമാറുന്നത്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിച്ചു കൊണ്ടോന്ന് വിചാരിച്ച് സ്വർഗം കിട്ടൂന്ന് സ്വപ്നം കാണണ്ട. സകല അമലും ആഖിറത്തിലെത്തുമ്പോ കുടുങ്ങും. എത്ര ആളുകൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് മുഅ്മിനീങ്ങളെ. ഇമാമിങ്ങളൊക്കെ പറഞ്ഞ അതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ സ്വഹാബത്തൊക്കെ എത്ര പ്രാധാന്യത്തോടെയാണ് ഈ വിഷയമൊക്കെ നോക്കിക്കണ്ടത്. എത്ര പ്രാധാന്യത്തോടെയാണ്. ആഖിറത്തിൽ ഇതൊക്കെ വെളിച്ചത്ത് വരുന്നൊരു സമയമുണ്ട്. ഒരു സാധു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ അവളെ പറ്റിക്കുക, അവളെ എടുങ്ങാറാക്കുക, അവൾക്ക് നരക ജീവിതം കൊടുക്കുക. അള്ളാഹു പടച്ചൊരു സൃഷ്ടിയാണ് എന്നൊരു ബോധം ഉണ്ടാവണം. നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനും കുറെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ മംഗലത്തിന്റെ ആ മനോഹരമായ ആസ്വാദനം. ഒരുപാട് ആളുകൾ അങ്ങനെ സ്വന്തം ഭാര്യനെ ഒരു അടിമയെ പോലെ അല്ലെ, തന്റെ ആഗ്രഹങ്ങൾ മുഴുവനും ഇങ്ങനെ ഉരുട്ടുന്ന, ഈ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടാലുണ്ട ഒരു തുണി ഒരു കറങ്ങൽ അതുപോലെ ജീവിതം ഇങ്ങനെ കറങ്ങി കറങ്ങി അവസാനിപ്പിക്കേണ്ട ഒന്നല്ല നമ്മുടെ ഭാര്യയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ചെറുപ്പക്കാര് ധാരാളം ഈ മജ്‌ലിസിലുണ്ട്, കേട്ടോളി. പെണ്ണ് കെട്ടിക്കൊണ്ടോന്നോ ചില കടമയും കടപ്പാടൊക്കെ ഉണ്ട്. അതിനാകെങ്കിൽ അതിന് ചെയ്താൽ മതി എന്ന് റസൂലുള്ള പറഞ്ഞത്. അല്ലെങ്കിൽ നോമ്പ് വെച്ചോളിയെന്നാണ്. അതിന് പറ്റാത്തവരോട് അവര് നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, ഒരു കൊല്ലം, 1.5 കൊല്ലം ഭയങ്കര ജീവിതമായിരുന്നു ഉസ്താദേ. അത് കഴിഞ്ഞിട്ട് ജീവിതം തകർന്നു പോയി. ഞാൻ നേരത്തെ പ്രഭാഷണം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു വിഷയം പോസ്റ്റ് ചെയ്തപ്പോൾ 20,000 പേരാണ്. 20,000 പേര് ഫോണെടുത്ത് നോക്കിയാൽ കാണാം. 20,000 ആളുകൾ അതിന് റിയാക്ട് ചെയ്തത്. 20,000 ആളുകൾ. ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ 20,000 മെസ്സേജൊന്നും നോക്കാൻ പറ്റൂല. ഒരു 100 മെസ്സേജൊക്കെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി. മുഴുവൻ ആളുകളും പറഞ്ഞു കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം സമാധാനം ഉണ്ടായിരുന്നു, പിന്നീട് അത് പോയി. വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി മാനസികമായിട്ട് തകർന്നു ഉസ്താദേ. 2 മക്കളായി എന്ന് വിചാരിച്ച് ജീവിക്കുകയാണ്. എത്ര ആളുകളാണ്. ഒരു പുനർവിചിന്തനം നമ്മുടെ വീടുകളിൽ വേണം. ഒരു പെണ്ണിന് ആണിനോടുള്ള ബാധ്യതയൊക്കെ ഞാൻ പറഞ്ഞ് അവരെ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാതെ ആണുങ്ങളുടെ ബാധ്യത മാത്രമല്ല ഞാൻ പറയുന്നത്. ഒരു പെണ്ണ് ആണ് പറഞ്ഞ പോലെ അനുസരിച്ച് ആണിന് സമാധാനം കൊടുത്ത് ജീവിച്ചാലേ ഒക്കെ സ്വർഗ്ഗമുള്ളൂ എന്നുള്ള ഹദീസെല്ലാം ഞാൻ പറഞ്ഞു, ഗൗരവത്തോടെ പറഞ്ഞു. ഉമ്മാരെല്ലാവരും അത് പഠിപ്പിച്ചു ഞാൻ. അത് മാത്രാണോ ബാധ്യത? അവൾക്ക് മാത്രാണോ ബാധ്യത? തിരിച്ചങ്ങോട്ട് ബാധ്യത ഉണ്ട്. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ നടക്കാം. അവളൊരു അടിമയായി വെക്കണം എന്നല്ല ദീനിന്റെ നിയമം. സ്വഹാബാ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ.
അല്ലാഹു നിങ്ങൾക്ക് അടിമപ്പെടുത്തി തന്ന, നിങ്ങൾക്ക് മിൽക്കാക്കി തന്നതിന്റെ വിഷയത്തില് നിങ്ങൾ അല്ലാഹനെ പേടിക്കണേ. അല്ലാഹു നിങ്ങൾക്ക് അധികാരപ്പെടുത്തി തന്ന നിങ്ങളുടെ ഭാര്യമാർ. അന്ന് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അടിമകളും ആ വിഷയം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നിങ്ങൾക്ക് അധികാരപ്പെടുത്തി തന്ന, നിക്കാഹ് ചെയ്തു തന്ന, നിങ്ങൾക്ക് ഭാര്യയാക്കി തന്ന അവളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ പേടിക്കണേ. പണി പാളുമേ എന്നാണ് അതിന്റെ അർത്ഥം. പണി പാളും, ആഖിറത്തിൽ പണി കിട്ടും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പേടിക്കണം, തമാശക്കളിയല്ല ഇത്. അലിമീങ്ങളൊക്കെ അത് ഗൗരവത്തോടെ തന്നെയാ ജീവിച്ചത്. ബാധ്യതകൾ, കടമകൾ ഓരോന്ന് നിർവഹിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല പുരുഷന് തന്റെ ഭാര്യയോട് ഏറ്റവും നല്ല പോലെ പെരുമാറുന്നവനാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, മുത്തു നബിയേ, എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോട് പെരുമാറേണ്ടത്? ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഭാര്യമാരോട് പെരുമാറേണ്ടത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ട് കാര്യം അവളോട് ചെയ്യാൻ പാടുള്ളതല്ല. ഏറ്റവും നല്ല പെരുമാറ്റം എന്നാ അത് രണ്ട് കാര്യമാണ് സ്വഹാബ. രണ്ട് കാര്യം നിങ്ങൾ അവളോട് ചെയ്യരുത്, അനാവശ്യമായിട്ട് ചെയ്യരുത്. ഹദീസിന്റെ വിശദീകരണത്തിൽ ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ല ചുമ്മാ ഇങ്ങനെ ചെയ്യരുത് എന്ന് അതിന്റെ വിശദീകരിച്ച ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ലാണ്ട് വെറുതെ നിങ്ങൾ രണ്ട് കാര്യം നിങ്ങളുടെ ഭാര്യയോട് ചെയ്യരുത്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അവളോട് ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടരുത് സ്വഹാബാ. അനാവശ്യമായി ഭാര്യയോട് നിങ്ങൾ ദേഷ്യപ്പെടരുതേ, അവളോട് ദേഷ്യപ്പെടരുതേ. വെറുതെ ദേഷ്യം പിടിക്കാൻ എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ട്. വെറുതെ കെട്ടിയോളോട് ഇങ്ങനെ ചൂടാക, ഒരു ചിരിച്ച് സമാധാനത്തിലുള്ളൊരു വർത്താനം പറയില്ല. എപ്പോഴും ഒരു എന്തോ ഒരു ഭീകരജീവിനെ പോലെ ഭാര്യനെ കാണാം, മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടൊന്നും മിണ്ടൂല, ഇങ്ങനെ ചൂടാവുക, ദേഷ്യം പിടിക്കുക. ഇതൊന്നും ദീനിയായ ജീവിതമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. സുബൈന്റെ മുമ്പ് പള്ളിക്ക് ഒരു ഓട്ടോ. അള്ളാഹു നമ്മളെ ഈമാനൊക്കെ സലാമത്താക്കി തരട്ടെ. വീട്ടിൽ പോയി കെട്ടിയോളോട് ഇങ്ങനെ ചൂടാകുക, ദേഷ്യം പിടിക്കുക, ഉള്ള എടുക്കാറാക്കുക, തല പിടിച്ച് ഉന്തുക, അടിക്കുക, ഓളെ പറ്റി നാട്ടുകാരോട് മുഴുവൻ കുറ്റം പറഞ്ഞു കൊടുക്കുക, മക്കളോടോളെ കുറ്റം, മരുക്കളോടോളെ കുറ്റം, കെട്ടിയോളെ പറ്റി ഇങ്ങനെ കുറ്റം ഇങ്ങനെ പറയാം, ഓള് ശരിയില്ല എന്നിങ്ങനെ പറഞ്ഞെടുക്കുക. എന്നിട്ടോ സുബൈന്റെ മുമ്പ് എണീറ്റ് പള്ളിക്ക് ഒരു ഓട്ടോ തഹജ്ജുദ് നിസ്കരിക്കാനാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തെറ്റിദ്ധാരണകളൊക്കെ കൽബന്ന് മാറ്റി വീട്ടിനകത്ത് കൊടുക്കേണ്ട സമാധാനമൊക്കെ കൊടുക്കണം. മുത്തുനബിയും സഹാബത്തൊക്കെ അതൊക്കെ വളരെ സൂക്ഷിച്ച മഹാന്മാരാണ്. അല്ലാതെ അവര് വെറും നിസ്കാരം നോമ്പുമായിട്ട് നടന്നവരല്ല. കുടുംബത്തിനകത്തുള്ള ജീവിതം ഏറ്റവും പ്രൗഢമായി മനോഹരമായി അള്ള പറഞ്ഞ പോലെ ചെയ്ത ആളുകളാണ്. മദീന പള്ളിയിൽ നിന്ന് സ്വഹാബത്തിനെ വീട്ടിക്ക് പറഞ്ഞയച്ചത്. ഇവിടെ കുത്തിരിക്കേണ്ട, വീട്ടിക്ക് കെട്ടിയോളടുത്തേക്ക് പോന്ന് പറഞ്ഞത്. അതിനേക്കാൾ വലുതാണ് ഇത് എങ്കിൽ കെട്ടിയോൾ ഒരു മൈൻഡും ചെയ്യണ്ട, ഫുൾ ടൈം പള്ളിയിൽ ഇരുന്നാൽ മതിയെങ്കിൽ റസൂലുള്ള ഓടിക്കുവോ? ഇല്ല. മദീനത്തെ പള്ളിയിൽ നിന്ന് റസൂലുള്ള വീട്ടിക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഒരു സ്വഹാബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്റെ മുത്തുമുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അപ്പൊ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അവളോട് ദേഷ്യം പിടിക്കാതിരിക്കണം. അനാവശ്യം ശർഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ദേഷ്യം പിടിക്കാം. ശർഈയായ കാരണങ്ങൾ, അനുവദിക്കപ്പെട്ട കാരണങ്ങൾ അതുണ്ടെങ്കിൽ ഒരൽപ്പം തന്റെ ഭാര്യയോട് ദേഷ്യം പിടിക്കുന്നത് പ്രശ്നമല്ല. ശർഈയായ കാര്യം അല്ലാതെ ഫുഡിൽ ഉപ്പ് കൂടിപ്പോയി, പഞ്ചസാര കൂടിപ്പോയി, കുറഞ്ഞുപോയി, സമയത്തിന് ഡ്രസ്സ് കിട്ടിയില്ല, ചാവി കാണാനില്ല, ചെറിയ ചെറിയ കാര്യം പറഞ്ഞിട്ടല്ലേ ഫോണ് താഴെ വീണ് പൊട്ടി, അതിനൊക്കെ ഓളോട് ചൂടാകാം. ഒരാവശ്യമില്ലാത്ത വിഷയത്തിലൊക്കെ കെട്ടിയോളോട് ചൂടാകുന്നത് പാടില്ലാത്തതാണ്. ഇമാം അബൂ ദാവൂദ് തങ്ങൾ കൊണ്ടുവന്ന ഹദീസല്ലയോ. രണ്ടാമത്തത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അനാവശ്യമായി അടിക്കരുതേ. അടിക്കരുത് അനാവശ്യമായി.
റസൂലുള്ള അങ്ങനെ തന്നെ പറഞ്ഞ വിഷയമാണ്. ഇമാം അബൂ ദാവൂദ് തങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചു. ലാ തദ്രിബൂ, നിങ്ങൾ ഒരാവശ്യമില്ലാണ്ട് വെറുതെ ഇങ്ങനെ കെട്ടിയോളം അടിക്കുക, പീഡനം നടത്തുക വീട്ടിൻ്റെ ഉള്ളിൽ. എന്തിന്? അള്ളാന്റെ പരലോകത്വം ഇതൊക്കെ തിരിച്ചു കിട്ടുന്ന വിഷയമാണ്. നമ്മൾ വിചാരിച്ച ഒരു മനുഷ്യനെ ഇടങ്ങാറാക്കിയാലും നമ്മൾ ഇങ്ങനെ സുഖമായിട്ട് സ്വർഗത്തിൽ പോകുന്നു. അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്ന പെണ്ണിനോട് മര്യാദക്ക് പെരുമാറിക്കോളി, അല്ലെങ്കിൽ ആഖിറത്തിലെത്തുമ്പോൾ ചിരിച്ച് കളിച്ചതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകൂല. അള്ളാഹു നമ്മളെ വെറുതെ വിടൂല. സഹാബ ലാ തദ്രിബൂ ഇമാ അല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരടിക്കരുതേ. മദീനയിൽ ഇത് ഫ്ലാഷ് ആവുകയാണ്. മദീനക്കാരികളായ പെണ്ണുങ്ങള് ഒരൽപ്പം സ്വാതന്ത്ര്യത്തോടെ ഭർത്താക്കന്മാരോട് പെരുമാറാൻ തുടങ്ങി. എന്ത് പറഞ്ഞാലും ഭർത്താവ് അടിക്കില്ലല്ലോ എന്നവൾക്ക് മനസ്സിലായി. റസൂലുള്ള തല്ലണ്ടാന്ന് പറഞ്ഞു ഭാര്യമാരെ. അപ്പൊ മദീനക്കാരികളായ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്തു? അവസരം മുതലാക്കി എന്ന് പറഞ്ഞ പോലെ ഒരൽപ്പം സ്വാതന്ത്ര്യം എടുത്തിട്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം തിരിച്ചു പറയുന്ന രൂപത്തിൽ അവരൊക്കെ ഒന്ന് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി ഭർത്താക്കന്മാരോട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഫജാ ഉമറു, മുത്തുനബിന്റെ അടുത്തേക്ക് ഉമർ ഖത്താബ് തങ്ങൾ വന്നു. യാ റസൂലല്ലാഹ്, നബിയേ, ലഇർനൻ നിസാഉ അലാ അസ്വാജിഹിന്ന, നബിയേ, ഞങ്ങളുടെ ഭാര്യമാര് അവൾ കയർത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് നബിയേ. എന്ത് വന്നാലും ഭാര്യമാരെ അടിക്കണ്ടെന്ന് അങ്ങ് പറഞ്ഞത് എല്ലാ പെണ്ണുങ്ങളും കേട്ടു നബിയേ. മദീനയിൽ അത് പരന്നു നബിയേ. അതുകൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം അബൂ ദാവൂദ് തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്. മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞത് നബിയേ, ലഇർനൻ നിസാഉ അലാ അസ്വാജിഹിന്ന, ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഒച്ചത്തിൽ പറയാൻ തുടങ്ങി നബിയേ. ഒന്ന് പറഞ്ഞ രണ്ടെണ്ണം തിരിച്ചു പറയുന്ന, കയർത്ത് പറയുന്നത് അവർ തുടങ്ങി നബിയേ. ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാര് പറയാണ്, ഉമർ തങ്ങൾ ഒരു കാര്യം കൂടി മുത്തുനബിയോട് പറഞ്ഞു. നബിയേ, ഭാര്യമാരെ തല്ലരുത് എന്ന് പറഞ്ഞത് മദീനയിൽ പരന്നു നബിയേ. ഭാര്യമാരെ അടിക്കണ്ട എന്ന് പറഞ്ഞ കാരണത്താൽ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പറയാൻ തുടങ്ങി നബിയേ. പരിഹാരം വേണം. ഇമാം അബൂ ദാവൂദ് തങ്ങൾ കൊണ്ടുവരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇളവ് ചെയ്തു, റുഖ്സ നൽകിന ഫീ ദർബിഹിന്ന, ഭാര്യമാരെ അടിക്കുന്ന വിഷയത്തിൽ ഒരു സമ്മതം കൊടുത്തു. അത്യാവശ്യമാണ്. റുഖ്സ എന്ന് പറഞ്ഞാൽ കമ്പിയെടുത്ത് കുത്തണമെന്നല്ല അതിന്റെ അർത്ഥം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ അല്ലാഹു ഹലാലാക്കുന്ന വിഷയത്തെയാണ് ദീനിൽ റുഖ്സ എന്ന് പറയുന്നത്. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയല്ല, അതൊരു കോമൺ ഒരു സംഗതിയല്ല, ഹാസ്വായ ഒരു സംഗതിയാണ്. വളരെ പ്രത്യേകമായ ചില അവസരങ്ങളിൽ, ഉദാഹരണം, ഒരാൾ 132 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചു ഹലാലിന് വേണ്ടി. ഹലാലായ ഒരു സഫർ പോകുന്നു. 132 കിലോമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 70+ കിലോമീറ്റർ ഉണ്ട്, വിവിധ അഭിപ്രായങ്ങളുണ്ട്. അവൻ എന്ത് ചെയ്യാം? ളുഹർ 2 റക്അത്താക്കി നമസ്കരിക്കാം, അസുർ 2 റക്അത്തായി ജംഉം കസറുമാക്കി നിസ്കരിക്കാം. ഇനി മഗ്രിബിന്റെ സമയമാണെങ്കിൽ മഗ്രിബിന് ഇശായിലേക്കോ ഇശാഇന് മഗ്രിബിലേക്കോ മുന്തിച്ചോ പിന്തിച്ചോ അവൻ എന്ത് ചെയ്യുക? ഒരുമിച്ച് നിസ്കരിക്കാം. അതിനെയാണ് ജംഉ വൽ ഖസ്ർ എന്ന് പറയുന്നത്. റുഖ്സ എന്നാണ് അതിന് പറയാം. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഒരു റുഖ്സയാണ്. അപ്പോ റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ വലിയ വിദൂര യാത്ര എന്നാണ്, ഒട്ടകപ്പുറത്താണല്ലോ യാത്ര ചെയ്യുന്നത്. ഇന്ന് അങ്ങനൊന്നല്ലല്ലോ, വാഹനവും സൗകര്യമൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ജമ്മുൽ ഖസ്റിനൊന്നൊരു ഹിക്മത്ത് എന്താണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് ഇമാമിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് ജമ്മു ഖസ്റു എന്ന് പറഞ്ഞാൽ മദീന വിട്ടാ പിന്നെ ഇങ്ങനെ മരുഭൂമിയാണ്, പള്ളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മക്ക വിട്ടാ മരുഭൂമിയാണ്. ഇങ്ങനെ മരുഭൂമിയിലുള്ള യാത്രയാണ്, വിദൂര യാത്രയാണ്. ഇറങ്ങി നിസ്കരിക്കാനൊന്നുള്ള സൗകര്യമൊക്കെ കുറവായിരിക്കും. ഇന്ന് ഓരോ കിലോമീറ്റർ വിട്ടിട്ടും പള്ളിയാണല്ലോ. ഒരാൾ ളുഹറിന് വിട്ട് കഴിഞ്ഞാൽ എന്തായാലും അസർ മഗ്രിബത്തിന്റെ ഒരു 100 പള്ളി ഓന്റെ യാത്രയിൽ ഉണ്ടാകും. പിന്നെ എന്തിനാണ് ളുഹറും അസറും ജമ്മാക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അതിനാണ് ഇമാമിങ്ങൾ പറഞ്ഞത് അത് റുഖ്സയാണ്.
അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ശരീഅത്ത് നൽകുന്ന ഒരു റുഖ്സയാണത്. അതിലെന്തല്ല അവന് നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയോ ഇല്ലേ എന്നതല്ല വിഷയം, അത് റുഖ്സയാണ്. ഇരിക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറഖസ ഫീ ദർബിഹിന്ന, അടിയുടെ വിഷയത്തിൽ ഒരു ഇളവ് കൊടുത്തു. അങ്ങനെ മദീനയിൽ അതും ഫ്ലാഷായി. സ്വഹാബത്തൊക്കെ അറിഞ്ഞു അത്യാവശ്യമാണ് ഭാര്യമാർ അടിക്കാമെന്ന് നബി തങ്ങൾ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത്വാഫ ബിആലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കസീറു യഷ്കൂന അസ്വാജഹുന്ന. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴുള്ള പെണ്ണുങ്ങളൊക്കെ ഹബീബിന്റെ വീടിന്റെ പരിസരത്ത് ചുറ്റും കൂടി പറഞ്ഞു, നബിയെ ഞങ്ങളെ ഭർത്താക്കന്മാര് പിന്നെയും തല്ലാൻ തുടങ്ങി നബിയെ. നബിതങ്ങൾ സ്വഹാബികളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളെ പറ്റി പിന്നെയും പരാതി കിട്ടിയിട്ടുണ്ടല്ലോ, ഭാര്യമാരടിക്കുന്ന കാര്യം പിന്നെയും പരാതി വന്നിട്ടുണ്ടല്ലോ. സ്വഹാബ, ലൈസ ഉലൈക ബിഖിയാരിക്കും, ഭാര്യമാരെ തല്ലുന്നവൻ നല്ലവനല്ല. ലൈസ ഉലൈക ബിഖിയാരിക്കും, ഭാര്യമാരടിക്കുന്നവൻ അവൻ നല്ലവനേ അല്ല. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇത് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരി ആലോചിക്കും, ഉസ്താദേ എന്റെ ഭാര്യ അനുസരണയില്ലാത്തവളാണ്, അവൾ തോന്നിയ പോലെ നടക്കുന്നവളാണ്, എങ്ങനെയാണ് ഞാൻ അവളെ നന്നാക്കി എടുക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനോടും സഹാബത്ത് സംശയം പറഞ്ഞു. നബിയേ, ഭാര്യമാരെ ഭാഗത്തൊരു തെറ്റ് കണ്ടാൽ എങ്ങനെയാണ് നബിയേ അത് നന്നാക്കേണ്ടതൊന്ന് പറയുമോ? ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിനഇൻ, എല്ലാ പെണ്ണുങ്ങളെയും അല്ലാഹു പടച്ചത് അത് ആദം അലൈഹിസ്സലാമിന്റെ വാരിയെല്ലുകൊണ്ടാണ്. അതുകൊണ്ട് സ്വഹാബാ, ആ എല്ലു ഒറ്റയടിക്ക് ശരിയാക്കാൻ നോക്കരുത്. അങ്ങനെ നോക്കിയാൽ അത് പൊട്ടിപ്പോകുമേ. ഇനി ഫഇൻ തറക്തഹു, അത് നിങ്ങൾ ഉപേക്ഷിച്ച മൈൻഡാക്കാതിരുന്ന ഒരിക്കലും അതിന്റെ വളവ് നേരെയാവില്ല. അതുകൊണ്ട് സ്വഹാബ, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പെരുമാറുമ്പോ ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, ഭാര്യമാരോട് ഏറ്റവും നല്ല പോലെ നിങ്ങൾ പെരുമാറണേ, ഏറ്റവും സുന്ദരമായി പെരുമാറണേ, ഹിക്മത്തോടെ പെരുമാറണേ. ഒറ്റയടിക്ക് അടിക്കലല്ല, ഒറ്റയടിക്ക് ഇറക്കി വിടലല്ല, ചീത്ത പറയലല്ല, ഏറ്റവും മാന്യമായി, സരളമായി, മൃദുവായി, രസകരമായി നിങ്ങൾ നിങ്ങളുടെ വൈഫുമാരോട് പെരുമാറണേ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കാം, കിട്ടുന്നില്ല. അത് ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം. എല്ലാത്തിനും പിടിച്ച അടിയും പിടിയും ഉണ്ടാക്കണ്ട. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദേഷ്യം വന്നാൽ ഏറ്റവും മനോഹരമായി പെരുമാറണം. പുണ്യനബിയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും ചെറിയൊരു പിണക്കമുണ്ടാവുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത വിഷമമായി. ആയിഷ ബീവി തങ്ങൾ തന്നെ മഹദി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. ഇമാം തുബറാനി തങ്ങൾ കൊണ്ടുവന്ന സംഭവമാണിത്. ആയിഷ ബീവി തന്നെയാണ് പറയുന്നത്, കുട്ടിക്കാലത്ത് ഹബീബുമായി കല്യാണം കഴിഞ്ഞ ഒരൽപ്പം കാലം കഴിഞ്ഞപ്പോ ഹബീബിന്റെ ആ ഒരു ആയിഷ ബീവിയുടെ കുട്ടിപ്രായമാണ്. ആ സമയത്ത് ഞാനും എന്റെ മുത്തുനബി തങ്ങളോടൊന്ന് പിടങ്ങി ഞാൻ ഇങ്ങനെ വാശി പിടിച്ചു നിന്നു. ആയിഷ ബീവി പറയുകയാണ്, ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി, ഞാൻ ഇങ്ങനെ
ഇങ്ങനെ മസിൽ പിടിച്ചു, വാശി പിടിച്ചു നിന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ എന്റെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു, മോളെ ആയിഷ, ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾക്കിടയിലുള്ള പിണക്കം നമ്മൾക്ക് പരിഹരിക്കണം. അതിന് മസ്ലഹത്തിന് വേണ്ടി, സുൽഹിന് വേണ്ടി മീഡിയേറ്ററായി നിങ്ങളുടെ ഉപ്പാനെ കൊണ്ടുവരാ. നമ്മൾക്കിടയിലുള്ള പിണക്കം മാറ്റാ നിങ്ങളുടെ ബാപ്പാനെ കൊണ്ടുവരട്ടെയോ? ആയിഷ ബീവി പറഞ്ഞു, നബിയേ കൊണ്ടുവന്നോളൂ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് ആയിഷ ബീവിയുമായിട്ടുള്ള പിണക്കം പരിഹരിക്കാൻ നേരെ ചെന്നു. ആയിഷ ബീവിന്റെ പിതാവ് ഹബീബിന്റെ കൂട്ടുകാരനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അബൂബക്കർ തങ്ങൾ വന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നു. മുത്തുനബിയോട് ചോദിച്ചു, നബിയേ എന്താണ് ആയിഷ ബീവി അങ്ങയോട് ചെയ്തത് നബിയേ? എന്തിനാണ് പിണക്കം നബിയേ? അതൊന്ന് പറയൂ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, നബിയെ എന്താണ് എന്റെ മോളുമായിട്ട് പിണക്കുണ്ടാകാൻ കാരണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ ബീവി. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിന്റെ നേരെ നോക്കി പറഞ്ഞു, മോളെ ആയിഷ, നമ്മൾക്കിടയിൽ പിണക്കുണ്ടാകാൻ കാരണം എന്താണെന്ന് നിങ്ങൾ ഉപ്പാനോട് പറ, ഉപ്പ പരിഹരിച്ചു തരും. ആയിഷ ബീവിയാണ് പിണക്കം കാണിക്കുന്നത്, മൂട്ട് കാണിച്ചു നിൽക്കുന്നത്. ആയിഷ ബീവി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഞാൻ റസൂൽ അങ്ങനെ പിന്നാലെ വന്നപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പിണക്കം മാറ്റാതെ ഇങ്ങനെ മസിലിടിച്ചു നിന്നു. റസൂൽ രണ്ടാമതും വന്നു. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എന്റെ ഉപ്പാനൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്. നബി തങ്ങൾക്ക് ഇതിങ്ങനെ പണിയിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് നമ്മൾക്കിടയിൽ ഉണ്ടായതെന്ന് അറിയാൻ എന്റെ പിതാവ് ചോദിച്ചപ്പോ മുത്തുനബി ആയിഷ ബീവിനോട് പറഞ്ഞു, മോളെ ആയിഷ തതകല്ലമീന, നിങ്ങൾ പറഞ്ഞോളി ഉപ്പാനോട്, തതകല്ലമീന ഔ തകല്ലമൂ. മോളെ ആയിഷ, നമ്മൾക്കിടയിലുള്ള പിണക്കമുണ്ടല്ലോ, അതെന്താണെന്ന് നിങ്ങളുടെ ഉപ്പയോടൊന്ന് പറയുമോ? ഔവച്ചക്കല്ലമല്ലെങ്കിൽ ഞാൻ പറയണോ? ആയിഷ ബീവി എന്നോട് പറഞ്ഞു, മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ പറയുന്നില്ല നബിയേ, അങ്ങ് പറഞ്ഞോളൂ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങൾ പറഞ്ഞോ നബിയേ, ഞാൻ പറയുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ തുടങ്ങാൻ. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലുള്ളത് സിദ്ദീഖ് തങ്ങളാണ്, ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട പിതാവാണ്. ആയിഷ ബീവിന്റെ ബാപ്പയോട്, ആയിഷ ബീവിയുടെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി തങ്ങൾ ഉണ്ടായ പിണക്കത്തിന്റെ കാര്യം ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ആയിഷ ബീവി അവിടെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ ഒരു കണ്ടീഷൻ ഉണ്ട് നബിയേ, ഈ മസ്ലഹത്തിന് ഞാൻ നിൽക്കണമെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് നബിയേ. ലാ തഖുൽ ഇല്ലാ ഹഖാ, ലാ തഖുൽ ഇല്ലൽ ഹഖ്, ഹഖല്ലാത്തത് പറയരുതേ, കളവ് പറയരുതേ നബിയേ, ഹഖ് മാത്രമേ പറയാവൂ. നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്നെന്റെ പിതാവിനോട് പറയാൻ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാതെ എന്റെ ബാപ്പാനെ ബോധിപ്പിക്കാൻ. ലാ തഖുൽ ഇല്ലൽ ഹഖ്, നുണ പറയരുതേ, ഹഖല്ലാത്തത് പറയരുത് നബിയേ. നബിയേ നിങ്ങൾ ഹഖല്ലാത്തത് പറയരുത്. ആയിഷ ബീവിന്റെ വായിൽ അത് വന്നുപോയി. ആയിഷ ബീവി തന്നെ കരഞ്ഞിട്ടാണ് ഈ സംഭവമൊക്കെ പറയാറുള്ളത്. ചില സമയം എന്റെ വായിൽ നിന്ന് മുത്ത് നബിനോട് ഇങ്ങനത്തെ ഒരു വാക്കങ്ങ് വന്നുപോയി, അങ്ങനെ പറഞ്ഞത്. സത്യമല്ലാത്തത് നിങ്ങൾ പറയരുത് നബിയേ. നിങ്ങളെ ഭാഗത്താ ശരിയെന്ന് പറയാൻ കൂട്ടി പറയരുത് നബിയേ, പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറയരുത് നബിയേ, ഉള്ളത് പറയാവോ?
സിദ്ദീഖ് തങ്ങൾക്ക് വിറക്കാൻ തുടങ്ങി. മുത്തുനബിയോടാണ് ആയിഷ ബീവി വാക്ക് പറഞ്ഞു പോയത്. ആയിഷ വഹൽ യഖൂലു റസൂലുള്ളാഹി ഇല്ലൽ ഹഖ്, മോളെ മുത്തുനബി തങ്ങൾ കളവ് പറയുമോ മോളെ? വഹൽ യഖൂലു റസൂലുള്ളാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ ഹബീബ് സത്യമല്ലാത്തത് നുണ പറയാറുണ്ടോ മോളെ? ഹക്ക് മാത്രം പറയുന്ന മുത്തുനബിയോട് ഇങ്ങനത്തെ വാക്ക് പറഞ്ഞു പോയത് ഒന്ന് മാപ്പ് പറ മോളെ എന്ന് പറഞ്ഞു സിദ്ദീഖ് തങ്ങൾ ആയിഷ ബീവിയുടെ വായുടെ ഭാഗത്തടിക്കുകയാണ്. അള്ളാന്റെ റസൂലിനോടാണോ ആയിഷ നീ ഇത് പറഞ്ഞത്? റളിയല്ലാഹു അൻഹാ. ഇതാരാണ്? മുത്തുനബിയല്ലേ, ഹബീബിനോടാണോ ഇത് പറഞ്ഞു പോയത് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചു. എന്നിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ് ആയിഷ ബീവിന്റെ. ഖറജത് മിൻ ഫമിഹാ, ഇമാമിങ്ങൾ പറയാണ് ആയിഷ ബീവിന്റെ വായിൽ നിന്ന് ബ്ലഡ് വന്നു. അങ്ങനെയുള്ള അതിശക്തമായ അടിയാണ് നൽകിയത്. ആയിഷ ബീവിന്റെ ചുണ്ട് പൊട്ടുന്നു. മിൻ ഫമിഹാ, ആയിഷ ബീവിന്റെ വായിൽ നിന്ന് ബ്ലഡ് വരികയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭർത്താവ് അവിടെ ഇരിപ്പുണ്ട്. നബി തങ്ങൾ എന്ത് ചെയ്തു? അതാണ് നമ്മുടെ പോയിന്റ്. അള്ളാന്റെ ഹബീബ് ആയിഷ ബീബിന്റെ ഹസ്ബൻഡാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി തങ്ങൾ ഇത് കാണുന്നുണ്ട്. സ്വന്തം ഭാര്യക്ക്, ഭാര്യന്റെ ഉപ്പാന്റെ അടുത്ത് റസൂലുള്ളാഹി അടിച്ചത്, ഭാര്യ പിതാവ് സിദ്ദീഖ് തങ്ങളാണ് ആയിഷ ബീബിനെ അടിച്ചത്. മുത്തുനബിനോട് ഒരു ഡയലോഗ് അടിക്കാന്ന് വെച്ചിട്ട് ഒറ്റ അടി കൊടുത്തതാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഭാര്യ പിതാവിന്റെ അടുത്ത് നിന്നാണ് ഭാര്യക്ക് അടി കിട്ടിയത്. അങ്ങനെ ഭാര്യന്റെ വായിൽ നിന്ന് ബ്ലഡ് വരികയാണ്. ഇത് ഹബീബ് കാണുകയാണ്. റസൂലുള്ളാഹിന്റെ മുഖത്തോക്ക് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടാണല്ലോ അടി കിട്ടിയത്. നബി തങ്ങൾ അവിടെ എന്ത് ചെയ്തു? നേരെ സിദ്ദീഖ് തങ്ങളുടെ നേരെ തിരിയുകയാണ്. വല്ലാഹി യാ അബൂബക്കർ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം അബൂബക്കറേ, നിങ്ങൾ ചെയ്തത് ശരിയല്ല. ലം നദൂക ലിഹാദാ വലാ അറദ്നാ മിൻക ഹാദാ, ഇതല്ല നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്റെ ഭാര്യനെ അടിക്കാനല്ല നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഈ അടിക്ക് വേണ്ടിയല്ല, ഇതിനു വേണ്ടിയല്ല നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇതല്ല നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അബൂബക്കറേ, എന്റെ ഭാര്യൻ അടിച്ചത് എനിക്ക് പൊരുത്തമല്ല. ഹബീബ് തന്റെ ഭാര്യന്റെ കൂടെ നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തിരിച്ചു പറഞ്ഞു, മുത്തുനബിയെ അമാ സമിഅത മാ ഖാലത്, ആയിഷ ബീവി പറഞ്ഞത് മുത്തുനബി കേട്ടില്ലയോ? ജീവിതത്തിൽ ഒരു നുണ പോലും പറയാത്ത അങ്ങയോട് എന്റെ മകൾ പറഞ്ഞത് മുത്തുനബിയെ അങ്ങ് കേട്ടിട്ടില്ലേ? അമാ സമിഅത മാ ഖാലത്, എന്റെ മോള് അങ്ങയുടെ മുഖത്ത് നോക്കി ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ അടിച്ചത്. അപ്പയും ഹബീബ് പറയാണ്, അബൂബക്കറേ, ഇവളെന്റെ ഭാര്യയാണ്, ഇവളെനിക്കും ഭാര്യയാണ്. ഇന്നൽ ഗീറത ലാ തുബ്സിറു അസ്ഫലൽ വാദി മിൻ അലാ, ദേഷ്യം വന്ന ഒരു പർവ്വതത്തിന്റെ മുകളോ താഴ്ഭാഗമോ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആയിഷ ബീവിക്ക് ഇച്ചിരി ദേഷ്യം വന്നതാണ്. അതിന്റെ പേരിൽ എന്നോടൊരു വാക്ക് പറഞ്ഞത് പോയതിന്റെ പേരിൽ അവൾ അടിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ എനിക്ക് പൊരുത്തമല്ല. മുഹമ്മദ് മുസ്തഫ, സ്നേഹം മരിക്കരുതേ, നീതി മറയരുതേ, ധർമ്മമകലരുതേ, നീതി മറയരുതേ. ഇത് ത്വാഹ റസൂലിൻ വാക്ക്, ആ വാക്കിനാണ് ഊക്ക്, അത് ലോകക്കാരെ കേൾക്ക്, അതിലാണ് ശിഫയോർക്ക്. സ്നേഹം മരിക്കരുതേ, നീതി നിറയെ, നീതി മരിക്കരുതേ, ധർമ്മ
മകലരുതേ നന്മ വെടിയരുതേ ഹബീബ് കൂടെ നിന്നത് മഹദിയായ ആയിഷ ബീവിയുടെ കൂടെയാണ്. ആയിഷ ബീവി കരയാൻ തുടങ്ങി. ഹബീബ് ഭാര്യന്റെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നേരെ മുത്തുനബിന്റെ പുറകിലേക്ക് വന്നു. ഹബീബിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ബാക്കിൽ വന്നു പുണ്യനബിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കരഞ്ഞു പറഞ്ഞു, നബിയേ ഇതറിയാതെ പറഞ്ഞു പോയതാണ്, മാപ്പാക്കണം നബിയേ. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ കരഞ്ഞു പറയാണ്, ആയിഷ ബീവി നബിയേ ഇതറിയാതെ പറഞ്ഞു പോയതാണ്, മാപ്പാക്കണേ നബിയേ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, മോളെ ആയിഷ നിങ്ങൾ എന്റെ ഭാര്യയല്ലയോ എന്ന് ഹബീബായ തങ്ങൾ പറയാണ്. എനിക്ക് നിങ്ങൾ ഹിബ്ബത്തല്ലയോ, എന്റെ പ്രിയപ്പെട്ടവളല്ലയോ. ഹിബ്ബ എന്ന് പറഞ്ഞ, ഹിബ്ബത്ത് എന്ന് പറഞ്ഞ അതാണ് പ്രിയപ്പെട്ടവൾ, ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ. റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്, നിങ്ങൾ എന്റെ ഹിബ്ബത്തല്ലയോ. അപ്പൊ ഒരു തെറ്റ് മനസ്സിന് ഒരല്പം വിഷമമുണ്ടാക്കുന്ന സംഗതിയൊക്കെ ഭാര്യന്റെ ഭാഗത്തൊക്കെ സംഭവിക്കുമ്പോൾ അത് മനസ്സിലാക്കി കൂടെ നിൽക്കുക. അടിച്ച് ആക്ഷേപിച്ച് ഒന്നിനും പറ്റാത്തവനാക്കരുത്. ദീനിൽ അങ്ങനല്ല. അള്ളാന്റെ ഹബീബിനോടാണ് മഹദി റളിയല്ലാഹു അൻഹുയുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു പോയത്, നബിയെ കളവ് പറയരുത്. അതിന് അടി കിട്ടിയിട്ട് റസൂൽ നന്നായി നല്ല പറഞ്ഞത്. അബൂബക്കറെ നിങ്ങൾ തച്ചത് നന്നായി നല്ല പറഞ്ഞത്. നമ്മളാണ് അങ്ങനെയും പറയില്ലേ, നമ്മുടെ കെട്ടിയൊക്കെ ഒരു അടി കിട്ടി നമ്മൾ എന്താ പറയുക, ഒക്കെ ഒന്നല്ല ഒരു 10-20 തല്ലിന്റെ ഉറവൊക്കെ ഉണ്ടെന്നല്ലേ പറയാ. ഒക്കെ ഒരു 10-50 തല്ല് കിട്ടി 32 വല്ലതും അടന്നു പോയെങ്കിൽ നന്നായി എന്ന് പറയും നമ്മൾ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്റെ ഭാര്യനെ അടിച്ചത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഓളെ തല്ലാനല്ല നിങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇതല്ല നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അബൂബക്കറേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുത്തുനബിയെ പറ്റിയാണ് യുക്തിവാദികൾ പെണ്ണുങ്ങളെ ബഹുമാനിക്കാത്തവനെന്ന് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ചരിത്രം ഒന്ന് പഠിക്കണം, വീട്ടിന്റെ ഉള്ളിലത്തെ ചരിത്രം. ഇത്ര രസകരമാണ്, ഇത്ര സുന്ദരമാണ്, ഇത്ര മനോഹരാണ്. എന്തു മനോഹരമായി ജീവിതം കൊടുത്തതെന്നറിയോ? 63 വയസ്സുള്ള സമയത്ത് പോലും, 62 സമയത്ത്, 61, 60, ഓരോ പ്രായമുള്ള നേരത്തെ ഹബീബ് ഭാര്യമാരോട് കാണിച്ച സ്നേഹം എത്ര മനോഹരം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് അവരോട് കാണിച്ച പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ കഥ എത്രയാണ്. മറ്റൊരു ചരിത്രമാണ്, അങ്ങോട്ട് കടക്കുന്നില്ല. യാ റബ്ബ്, എത്ര സുന്ദരമായി 40 വയസ്സുകാരിയായ ഖദീജ ബീവിനാണ് 25ാമത്തെ വയസ്സ് റസൂലുള്ളാഹി കല്യാണം കഴിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സുള്ള വിധവയായ ഖദീജ ബീവിനെ ഒരു കുഴപ്പമില്ല കുടുംബജീവിതത്തിൽ. നമ്മൾ ആരെങ്കിലും നമ്മളെക്കാൾ വയസ്സുള്ള പെണ്ണിനെ കെട്ടിയിട്ടുണ്ടോ? അപൂർവം. 100 ആളിൽ ഒരാളെ പോലും തപ്പിയാൻ കിട്ടൂല. എന്നാലോചിച്ച് നോക്കി, 25 വയസ്സുള്ള 18 വയസ്സുള്ള പെണ്ണിനെ കെട്ടി, അല്ലെങ്കിൽ 20 വയസ്സുള്ള പെണ്ണിനെ കെട്ടി, 5, 4, 3 വയസ്സ് താഴെ. മുത്തുനബി ആദ്യം കല്യാണം കഴിച്ചത് ആരെയാണ്? റസൂലുള്ളാഹിന്റെ നല്ല സമയത്ത്, നല്ല പ്രായം, ഭൗതികമായ ശാരീരികമായ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഒരു 19 വയസ്സിന്റെ മുമ്പുള്ള സമയമാണ്. ആ സമയം അത്രയും റസൂലുള്ളാഹിന്റെ ഭാര്യയായിട്ട് കൂടണ്ടായത് ചെറുപ്പക്കാരികളായ കന്യകകളായ സുന്ദരികളായ പെണ്ണല്ല, 15 വയസ്സ് കൂടുതലുള്ള വൃദ്ധയായ ഒരു പെണ്ണാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സുള്ളപ്പാണ് 25 വയസ്സുള്ള പുണ്യനബി കല്യാണം കഴിച്ചത്. റസൂലുള്ളാഹിക്ക് 50 വയസ്സായി എന്ന് പറഞ്ഞാൽ അവരുടെ ദാമ്പത്യം 25 കൊല്ലം പിന്നിട്ടു. അപ്പൊ ഖദീജ ബീവിക്ക് 65 വയസ്സാണ്. പുണ്യനബിക്ക് 50 വയസ്സുള്ളപ്പോ 65 വയസ്സുള്ള ഖദീജയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. റസൂലുള്ളാഹിന്റെ മനസ്സ് വല്ലാതെ തകരുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ അങ്ങ് ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെട്ടത്, ഏറ്റവും കണ്ണുനീര് കുടിച്ചത്, ഏറ്റവും അങ്ങയുടെ മനസ്സിന്റെ നൂലാമാലകൾക്കുള്ളിൽ, അങ്ങയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സങ്കടത്തിന്റെ നൂലാമാലകൾ, അലമാലകൾ തീർത്തത് എപ്പോഴാണ് നബിയേ? വിവാഹങ്ങൾ പറഞ്ഞത് വഫാത്തു ഖദീജ, ഖദീജ ബീവിന്റെ വഫാത്തിന്റെ സമയമാണ്.
ഹബീബിന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടമുണ്ടാക്കിയത് വഫാത്തു ഖദീജ. ഖദീജ ഉമ്മാന്റെ വഫാത്താണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 15കാരിയല്ല ഖദീജ ബീവി. റസൂലുള്ള കല്യാണം കഴിക്കുമ്പോ തന്നെ വേറെ 2 പേര് കല്യാണം കഴിച്ച പെണ്ണാണ്. ഒരാള് ഖദീജ ബീവിനെ കല്യാണം കഴിച്ചവർ മരിച്ചുപോയി. പിന്നീട് വേറൊരാള് കല്യാണം കഴിച്ചു, അവരും മരണപ്പെട്ടു പോയി. 2 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചു. 2 ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയ വിധവയാ. അതും ഹബീബിനേക്കാൾ 15 വയസ്സ് കൂടുതലാണ്. അവരുടെ കൂടെയാണ് ഹബീബിന്റെ നല്ല കാലം മുഴുവൻ. 25 മുതൽ 50 വയസ്സ് വരെ ഒരു മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ യൗവനത്തിന്റെ സുന്ദരമായ പ്രായം അത്രയും 15 വയസ്സ് കൂടുതലുള്ള ഒരു വൃദ്ധയായ പെണ്ണിന്റെ കൂടെ ഖദീജ ഉമ്മാന്റെ കൂടെ ജീവിച്ച ആ വൃദ്ധനായ മനുഷ്യനെ പറ്റിയാണോ യുക്തിവാദികളെ നിങ്ങൾ പെണ്ണിനെ ബഹുമാനിക്കാത്തവനെന്ന് പറഞ്ഞത്, പെണ്ണിനെ സേവിക്കാത്തവനെന്ന് പറഞ്ഞത്, പെണ്ണിനോട് റെസ്പെക്ട് ഇല്ലാത്തവനെന്ന് പറഞ്ഞത്, പെണ്ണിന്റെ പിന്നാലെ നടന്നുപോയവനെന്ന് പറഞ്ഞത്? ഹബീബിന്റെ കുടുംബജീവിതം ഒന്ന് പഠിക്കണേ. 15 വയസ്സ് കൂടുതലുള്ള വിധവയായ ഒരു പെണ്ണിന്റെ കൂടെ 25 കൊല്ലമാണ് ഹബീബ് ജീവിച്ചത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം ഖദീജ ബീവിന്റെ വഫാത്ത് എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. ഖദീജ ബീവി അങ്ങോട്ട് വഫാത്തായി. റസൂലുള്ളാഹിക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഇസ്ലാമിൽ ആമുൽ ഹുസൻ, ക്രിസ്തീയ സഹോദരന്മാർക്ക് ദുഃഖവെള്ളിയുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റിയ ആ സമയം എന്നാണ് അവരുടെ വിശ്വാസം. ദുഃഖവെള്ളി, കുരിശിൽ തറക്കപ്പെട്ടത്. മുസ്ലിം സമൂഹത്തിന് ഒരു ദുഃഖവർഷമുണ്ട്, ആമുൽ ഹുസൻ. അത് ഖദീജ ബീവിന്റെ വഫാത്തിന്റെ കൊല്ലമാണ് റളിയല്ലാഹു അൻഹാ. അതിനെയാണ് ഇസ്ലാമിൽ പ്രണയം, സ്നേഹം എന്ന് പറയുന്നത്. 15 വയസ്സ് കൂടുതലുള്ള വിധവയായ റസൂലുള്ള മൂന്നാമത്തെ ഭർത്താവാണ് ആരുടെ? ഖദീജ ബീവിന്റെ. വേറെ 2 ആള് വേറെ കഴിഞ്ഞുപോയി, വഫാത്തായി പോയി. വിധവയായ ഒരു പെണ്ണിന്റെ കൂടെ, അതും 15 വയസ്സ് കൂടുതലുള്ള. വഫാത്തിന്റെ നേരത്ത് ഖദീജ ബീവിന്റെ വായിൽ ഒറ്റ പല്ലുണ്ടായിരുന്നില്ല. പക്ഷെ ഖദീജ എന്ന് കേൾക്കുമ്പോൾ റസൂലുള്ള കരയാൻ തുടങ്ങും. ആര് സമ്മാനങ്ങൾ കൊണ്ടുകൊടുത്താലും അതിൽ നിന്നൊരു പങ്കെടുത്ത് ഖദീജ ബീവിന്റെ കൂട്ടുകാരികൾക്ക് കൊടുക്കാറുണ്ട് പുണ്യനബി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മുടെ സയ്യിദ് ഹംസ തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം ഉടൻ ഇപ്പോൾ വൈൻഡപ്പായിട്ട് അഭിവന്യരായ സയ്യിദിന്റെ പ്രാർത്ഥനയോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, നിർത്തുകയാണ്. ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. വീട്ടിൽ അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നതിനെ ഏറ്റവും സന്തോഷത്തോടെ കൊണ്ടാടണം. അവളുടെ മുഖത്തിന് ഭംഗി നഷ്ടപ്പെട്ടു, അവൾക്ക് സ്വർണം കുറവാണെന്നൊന്നും പറയണ്ട. അതൊക്കെ വലിയ അബദ്ധമാണ്, അപകടമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് വേണ്ടി 2-3 മക്കളെ പ്രസവിച്ചതാണ് അല്ലേ? ഒരാണിന്റെ പെണ്ണിന്റെ മാത്രം സ്വപ്നമൊന്നല്ല ഈ മക്കൾ എന്ന് പറഞ്ഞാൽ, ആണിന്റെ കൂടി സ്വപ്നമാണ്. അങ്ങനെ 2-3 പ്രസവം. സുഖപ്രസവം എന്ന് വെറുതെ പേര് മാത്രമേ ഉള്ളൂ, ഒരു സുഖമില്ല അല്ലേ? സുഖപ്രസവമാണ് എന്റെ വൈഫ് എന്ന് നമുക്ക് പറയാൻ ഭയങ്കര സുഖമാണ്. ചോള് ലേബർ റൂമിൽ ഇരുന്ന് ഡാൻസ് കളിച്ചതല്ല സുഖപ്രസവം എന്ന് പറയാൻ. കഷ്ടപ്പാടും കണ്ണുനീരും അതിലേറെ ഇടങ്ങേറുവാണ്. എന്റെ ഭാര്യ പ്രസവിച്ചു ഉസ്താദേ, സുഖപ്രസവാണ്. ഒരൊറ്റ അടിയടിക്കാൻ തോന്നിപ്പോകും പെണ്ണുങ്ങൾ അത് കേട്ടാൽ. ഓളാ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ അല്ലേ, എന്റെ കെട്ടിയോള് പ്രസവിച്ചു ഉസ്താദേ, സുഖപ്രസവാണ്. ഓള് കേൾക്കാത്തത് നന്നായി, ഓള് കേട്ടാതെ അടിക്കും. സുഖപ്രസവം പേര് മാത്രമേ ഉള്ളൂ, ഒരു സുഖമില്ലാത്ത ഇടങ്ങേറിന്റെ, ബുദ്ധിമുട്ടിന്റെ, പ്രയാസത്തിന്റെ വലിയൊരു അനുഭവമാണത്. അതൊക്കെ സഹിച്ച് 3-4 മക്കളെയൊക്കെ പ്രസവിച്ച് അല്ലേ, 10 കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ്, നിന്റെ അടുത്ത് നിന്ന് എനിക്ക് പണ്ടത്തെ സന്തോഷവും സുഖവും സമാധാനവും ആനന്ദവും റാഹത്തും കിട്ടുന്നില്ല. അബദ്ധമാണ്, ഇത് പറയാൻ പാടുള്ളതല്ല. പ്രസവം കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിന്റെയും ശരീരത്തിൽ മാറ്റം ഉണ്ടാകും, വയറു ചാടും, ശാരീരികമായ പല സംഭവങ്ങളും ഉണ്ടാകും, പ്രക്രിയകൾ നടക്കും. അതൊക്കെ ലോകത്തെല്ലാ പെണ്ണുങ്ങൾക്കുള്ള കാര്യമാണ്. അതിന്റെ പേരിൽ എനിക്ക് പണ്ടത്തെ ഇത് കിട്ടുന്നില്ല, ആനന്ദമില്ല, സന്തോഷമില്ല എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളെ ഇടങ്ങാറാക്കണ്ട. അത് വലിയ അബദ്ധമാണ്. അള്ളാഹു ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. വിധവയായ ഒരു പെണ്ണിന്റെ കൂടെ 2 ഭർത്താവ് മരണപ്പെട്ട വയസ്സ് പ്രായമുള്ള ഖദീജ ഉമ്മാന്റെ കൂടെ നല്ല കാലം മുഴുവനും സ്നേഹിച്ച് ജീവിച്ച പുണ്യനബിയാണ് നമ്മുടെ മാതൃക.
അതുകൊണ്ട് ഭാര്യമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ അള്ളാഹു ഇത് കാണുന്നുണ്ട്. അവരുടെ മനസ്സ് സങ്കടപ്പെട്ടാൽ അള്ളാഹു നമുക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ വേദി ഒഴിയാൻ പോവാണ്. 1.5 മാസം മുമ്പ് എൻ്റെ പള്ളിയിൽ ഒരു മനുഷ്യൻ വന്നു. 62 വയസ്സാണ്. ആ മനുഷ്യൻ, ഞാൻ തലേന്ന് വിദൂരമായ ഒരു സ്ഥലത്ത് വാഴ കഴിഞ്ഞ് അന്ന് പൊലിച്ച സമയത്താണ് ഞാൻ എത്തുന്നത്. അങ്ങനെ പരിസരത്ത് റൂമെടുത്ത് താമസിച്ച് പ്രഭാതത്തിൽ വെള്ളിയാഴ്ച പകലിൽ ഒരു 8:30-9 മണിക്ക് ഞാൻ എൻ്റെ പള്ളിയിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ കുത്തിച്ചാടി ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ട് റോട്ടിലൂടെ പള്ളിയിലേക്ക് കയറുന്നത്. ഒരു 9-9:30 മണി സമയമായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ പള്ളിയിലെത്തി. ആ സമയത്ത് ഈ മനുഷ്യൻ അവിടെ എത്തുന്നു. എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്നൊന്ന് കാണാൻ പറ്റുമോ, ഉസ്താദിനോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇവിടുത്തെ ഉസ്താദ് ഖത്തീബ് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്, പ്രായമുള്ളൊരു മനുഷ്യൻ 10-62 വയസ്സുണ്ടെങ്കിലും ശരീരം മൊത്തം അവശനായ അവസ്ഥയാണ്. നല്ല നാസ്തയൊക്കെ എനിക്കുള്ളത് ഓർഡർ ചെയ്തു, അയാൾക്കും കൂടെ കൊടുത്തു. ഞങ്ങൾ ഒരുമിച്ച് നാസ്തയൊക്കെ കഴിച്ചു. എന്തിനാ വന്നെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വയനാട്ടുകാരനാണ്. ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ എൻ്റെ മോളുടെ 2 പെൺകുട്ടികൾ, ട്വിൻസ് ആണ് എനിക്ക്, ഇരട്ടക്കുട്ടികളാണ്. ഈ ഇരട്ടക്കുട്ടികളെ വിവാഹം ചെയ്ത് അയച്ച് അതിൻ്റെ പേരിൽ 8 ലക്ഷം രൂപ ഞാൻ കടത്തിലാണ്. അത് വീട്ടാനൊരു നിർവാഹമില്ല. എനിക്ക് 5 സെന്റ് ഭൂമിയില്ല. വാടക വീട്ടിലാണ് ഞാൻ താമസം. എനിക്ക് 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും 4 മക്കളാണ്. മൂത്തത് 2 ട്വിൻസ് ആണ്, പിന്നൊരു പെൺകുട്ടി അതിൻ്റെതായ, അങ്ങനെ 3 പെൺകുട്ടികൾ, പിന്നെ ഒരു ആൺകുട്ടി. എനിക്ക് വീടും സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് ഞാൻ വാടക വീട്ടിലാണ്. എൻ്റെ മോളെ കെട്ടിച്ചിരിക്കുന്ന സമയത്ത് 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല. കടം വാങ്ങിയിട്ടാ ചെയ്തത്. 2 മോളുടെ കല്യാണം. ഒരു മോക്ക് 5 പവൻ, മറ്റേ മോക്ക് 5 പവൻ സ്വർണ്ണാഭരണമാണ് ഞാൻ കൊടുത്തത്. 5 പവൻ ഒരു പെണ്ണിനും, മറ്റേ മോക്ക് 5 പവനും. പിന്നെ കല്യാണ ചെലവും എല്ലാം കൂടി എനിക്ക് 8 ലക്ഷം രൂപ ഇപ്പോഴും ബാധ്യതയാണ്. ആരോഗ്യപരമായി ജോലി ചെയ്യാൻ കഴിയില്ല. ഇത് മാത്രമേ പരിഹാരമുള്ളൂ. പിരിവെടുത്ത് നടക്കുക. എന്നിട്ട് ആ മനുഷ്യനോട് കുറെ സമയത്ത് നേരത്തെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പ് ആയതിന്റെ പേരിൽ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണ്, ഭാര്യയും വീട്ടിലുണ്ടോ, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഫാമിലി സെറ്റപ്പ് ഒക്കെ. ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഭാര്യ മരിച്ചുപോയി. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ കരയുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു ജീവിത കഥ, ഉസ്താദേ, എൻ്റെ ഭാര്യ, ആ ഭാര്യയുമായിട്ടുള്ള എൻ്റെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. കല്യാണം കഴിഞ്ഞതു മുതൽ പ്രശ്നം തുടങ്ങി. സ്വർണ്ണാഭരണത്തിന്റെ പേരിൽ 7 പവൻ സ്വർണ്ണാഭരണം പറഞ്ഞു ഉറപ്പിച്ചതിൽ കുറഞ്ഞുപോയി. കല്യാണം കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അവൾക്ക് കിട്ടിയ സ്വർണം ഇങ്ങനെ എടുത്ത് അളന്നു നോക്കുമ്പോൾ, അതിന്റെ വാല്യൂ നോക്കുമ്പോൾ പറഞ്ഞതിൽ 7 പവൻ കുറവാണ്. അന്ന് നിശ്ചയിച്ചതിൽ, അക്കാലത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു ദുരാചാരം ഉണ്ടായിരുന്നു. നിശ്ചയിച്ചതിൽ 7 പവൻ കുറവാണ് ഉസ്താദെ ഉണ്ടായിരുന്നത്. അതിന്റെ പേരിൽ എൻ്റെ ഭാര്യയെ ഞാൻ ഇറക്കി വിട്ടു. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയാകുന്നതിന്റെ മുമ്പ് 7 പവനുമായിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഇറക്കി വിട്ടു. കണ്ണുനീരോടെ എൻ്റെ വീട്ടിൽ നിന്നോൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ച ഇപ്പൊ എൻ്റെ കണ്ണിലുണ്ട്. ഈ മനുഷ്യൻ ജീവിതത്തിന്റെ അനുഭവം പറയാൻ. അങ്ങനെ ഭാര്യ വീട്ടിലേക്ക് പോയി. പക്ഷെ അവളുടെ പിതാവിന് അസുഖമായി വലിയ പ്രയാസത്തിലും പ്രശ്നത്തിലായതുകൊണ്ട് 7 പവനൊന്നും മേടിച്ചു തരാൻ പറ്റിയൊരവസ്ഥയായിരുന്നില്ല. കുറേ ദിവസം അവളുടെ വീട്ടിൽ ഞാൻ നിർത്തി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുടുംബക്കാരുടെയിൽ ഒരു നാണക്കേടോർത്ത് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. എല്ലാ ദിവസവും ഇതിന്റെ പേരിൽ ഞാൻ അവളെ ഇടങ്ങേറാക്കി, ആക്രമിച്ചു, ശാരീരിക മാനസികമായി പീഡനത്തിനിരയാക്കി, സങ്കടങ്ങൾ ധാരാളം നൽകി. അതിനിടയ്ക്ക് അവൾക്ക് വിഷാദ രോഗം വന്നു, മാനസിക രോഗം വന്നു, ചികിത്സിച്ചു. അങ്ങനെ അതിനിടക്ക് എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആകുന്നു. 3 പെൺകുട്ടികൾക്ക് പല സമയങ്ങളിലായി എൻ്റെ ഭാര്യ പ്രസവിച്ചു തരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ദുഃഖത്തോടെ, ഞാൻ എപ്പോഴും ഇതിന്റെ പേരിൽ അവളെ ഇടങ്ങാറാക്കും. ഒരു സുഖമോ സമാധാനമോ എൻ്റെ ഭാര്യക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ അവസാനം 4ാമത്തെ ആൺകുട്ടിയെ അവൾ എനിക്ക് തന്നു. ആ പ്രസവത്തിന്റെ ലേബർ റൂമിൽ എക്സസ് ബ്ലീഡിങ് വന്നു. ഡോക്ടർമാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ അവളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അവൾ അല്ലാഹുവിലേക്ക് യാത്രയായി. 4ാമത്തെ ആൺകുഞ്ഞിന് ജന്മം നൽകി എൻ്റെ ഭാര്യ മരിച്ചുപോയി ഉസ്താദേ. അതിനുശേഷമാണ് അവൾ കൂടെയുള്ളപ്പോഴുണ്ടായിരുന്ന ആനന്ദവും സന്തോഷവും, മക്കളുടെ കാര്യത്തിലുള്ള അവളുടെ ആ സന്തോഷകരമായ ഇടപെടലൊക്കെ എനിക്ക് മനസ്സിലായത്. 3 പെൺമക്കളും ഒരു പ്രസവിച്ച് വാർഡിൽ കിടക്കുന്ന ഒരു കുഞ്ഞു ചോരവറ്റാത്ത പൈതലിനെ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പെട്ട കഷ്ടപ്പാടിന് കയ്യും കടക്കുമില്ല. അപ്പോഴാണ് ഒരു പെണ്ണിന്റെ ആ വാല്യൂ എനിക്ക് തിരിച്ചറിഞ്ഞത്. എൻ്റെ കെട്ടിയോളോട് ഞാൻ ചെയ്ത മഹാക്രൂരത കാരണം 2ാമതൊരു പെണ്ണ് കെട്ടാൻ എൻ്റെ മനസ്സ് ഒരു നിലക്കും എന്നെ സമ്മതിച്ചില്ല. എൻ്റെ മക്കളെയൊക്കെ പല നിലക്കുമുള്ള ഹോമുകളിലേക്ക് ആക്കിയിട്ട്, ചൈൽഡ് ഹോമിലും മറ്റൊക്കെ ആക്കിയാണ് ഞാൻ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്. ഇന്ന്
എനിക്ക് മൂത്ത 2 കുട്ടികൾ ട്വിൻസാണ്, ഇരട്ടയാണ്. അവളുടെ കല്യാണത്തിന് കാതിലിൽ 1 പവൻ മേടിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. എനിക്ക് വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഒരു രോഗം വന്ന് മുഴുവനും വിറ്റ് തീർന്നു. വാടക വീട്ടിലാണ്. 7 പവൻ സ്വർണ്ണാഭരണത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യനെ ഇറക്കിവിട്ട മനുഷ്യൻ. 2 പെൺകുട്ടികളെ കല്യാണ സമയം 1 പവന്റെ ആഭരണം വാങ്ങി പൊന്നുമോളെ കാതിലിൽ കുത്തിക്കൊടുക്കാനുള്ള ഗതികേട് ഇല്ലാത്ത അവസ്ഥയിലേക്ക് റബ്ബ് എന്നെ മാറ്റിക്കളഞ്ഞു ഉസ്താദേ എന്നൊരു 62കാരന്റെ വിലാപമാണ്. അള്ളാഹുവിന്റെ ദുനിയാവാണ്. അള്ളാഹു പടച്ച മനുഷ്യരോട് അധർമ്മം കാണിക്കണ്ട, മുഅ്മിനീങ്ങളെ പറ്റിക്കാൻ നിൽക്കണ്ട, വേദനിപ്പിക്കണ്ട. മുഖത്തിന്റെ ഭംഗിയോ മുഞ്ചോ സ്വത്തോ മുതലോ അതിന്റെ പേര് പറഞ്ഞ് കരയിപ്പിച്ചോ, ഒന്ന് തൗബ ചെയ്തോ, അവളോടൊന്ന് പൊരുത്തം വാങ്ങിയിട്ടോ. നാളെ നമ്മുടെ മക്കളെ കെട്ടിക്കുമ്പോ അള്ളാഹു നമ്മളോട് പകരം ചോദിക്കും. അല്ലെങ്കിൽ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമെന്നാണ് ഗൗരവമാണ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ രൂപത്തിൽ എൻ്റെ ഭാര്യ എനിക്ക് അള്ളാഹു തന്ന ഏറ്റവും ദുനിയാവിലെ ഹൈറ്, സമ്പത്തോ പണമോ ഒന്നുമല്ല, എൻ്റെ ഭാര്യയാണ് എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. ആ ഹദീസ് മുറുകെ പിടിച്ച് എൻ്റെ ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടിയാലേ എനിക്ക് സ്വർഗം കിട്ടൂ എന്ന് പെണ്ണുങ്ങളെ നിങ്ങളും മാനിച്ച് പരസ്പരമുള്ള ബോട്ടും പകയും വിദ്വേഷവും ദുനിയാവിൻ്റെ നശ്വരതയൊക്കെ കൽബെന്ന് മാറ്റി അള്ളാഹു എനിക്ക് തന്നതിൽ ഹൈറ് കണ്ടെത്തി ഹറാമ് ചിന്തിക്കാതെ ജീവിതം ഒന്ന് ആസ്വദിച്ചു നോക്ക്. നിങ്ങളുടെ വീട്ടിനകത്തുള്ള പോലെ സമാധാനം വേറെ എവിടെയാ ഉള്ളത്? ഭർത്താവിനെ മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണും തന്റെ ഭാര്യയുടെ എല്ലാ വിഷമത്തിലും കൂടെ നിൽക്കുന്ന, ഭാര്യന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കുന്ന, സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ഒരു ഭർത്താവായി, ഒരു കളിക്കൂട്ടുകാരനായി നിങ്ങളൊന്ന് മാറിയാൽ നിങ്ങളുടെ വീട് പോലെ സ്വർഗം മറ്റാരുടെ വീടാണ്. അള്ളാഹു നമ്മുടെ വീടകങ്ങളൊക്കെ സ്വർഗാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ വീടകങ്ങളൊക്കെ സ്വർഗമാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ വീടകങ്ങളെല്ലാം സ്വർഗമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.